Good evening. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജാനുവരി 25 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ മോക്ക് ടെസ്റ്റ് പേപ്പർ 1-ൻ്റെ ബിസിനസ് മാത്തമാറ്റിക്സ് പോർഷനും സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷനുമാണ്. ലോജിക്കൽ റീസണിങ് പോർഷൻ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റേഷ്യോ പ്രപ്പോർഷൻ ഇൻഡീസസ് ആൻഡ് ലോഗരിതംസ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുള്ള സെയിം ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ക്വസ്റ്റ്യൻ ഇതാണ്: ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ടു ദ ബേസ് 4 മൈനസ് ലോഗ് എക്സ് പ്ലസ് 1 ടു ദ ബേസ് 4 ഇസ് ഈക്വൽ ടു 2. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം? ഫസ്റ്റ് ലോഗ് m to the base a minus log n to the base a. സോ ഇവിടെ നോക്കിയാൽ അറിയാം നമുക്ക് ലോഗ് എമ്മിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് എക്സും എന്നിന് പകരം എക്സ് പ്ലസ് 1 ആണ് വന്നിരിക്കുന്നത്. ലോഗ് എം ടു ദ ബേസ് എ മൈനസ് ലോഗ് എൻ ടു ദ ബേസ് എ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ഓഫ് എം ബൈ എൻ ടു ദ ബേസ് എ. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ലോഗ് ഓഫ് x square plus x divided by x plus 1 to the base 4 is equal to 2. So that implies നമുക്ക് എങ്ങനെ എഴുതാം? log of നമുക്ക് ന്യൂമറേറ്ററിൽ ഇവിടെ എന്ത് കോമൺ ആയിട്ട് എടുക്കാം? നമുക്ക് എക്സ് കോമൺ ആയിട്ട് എടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സിൽ നിന്ന് എക്സ് കോമൺ ആയിട്ട് എടുത്താൽ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ടു ദ ബേസ് 4 is equal to 2. നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? ബ്രാക്കറ്റിനകത്ത് എക്സ് പ്ലസ് വൺ ഗെറ്റ് ക്യാൻസൽഡ്. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എക്സ് ടു ദ ബേസ് 4 ഈക്വൽ ടു 2. ദാറ്റ് ഇംപ്ലൈസ് എക്സ്. നമ്മൾ ലോഗിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് എക്സിൻ്റെ വാല്യൂ എന്ത് വരും? ബേസിനെ എത്ര തവണ പവർ ചെയ്താൽ ഈ നമ്പർ കിട്ടും എന്നുള്ളതാണ് നമുക്ക് ലോഗിൻ്റെ വാല്യൂ. therefore x is equal to 4 square equal to 16. So first question answer 16. Good answer. Lakum clear line. Question one. Then second question. So നമ്മൾ ഡബിൾ ബാച്ചിൽ ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ. എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് 12 to the base 24. Then y is equal to log 24 to the base 36 and z is equal to log 36 to the base 48. Then we have to find out x into y into z plus 1. So that implies x in the value endana? Log 12 to the base 24 into log 24 to the base 36 into log 36 to the base 48 plus 1. So നമുക്ക് log a to the base b. Log a to the base b can be written as log a divided by log b. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ
log 12 to the base 24 എങ്ങനെ എഴുതാം? log 12 divided by 24 then log into log 24 divided by 36 into log 36 divided by 48. സോ ഇതിനാണ് നമ്മളൊരു ഇങ്ങനെ ഒരു ഡിവിഷൻ ആയിട്ട് എഴുതി സമയം കളയാറില്ല. നമുക്ക് ഡയറക്റ്റ് എങ്ങനെയാണ് ക്രോസ് വരുന്നത്? 24 ഗെറ്റ് ക്യാൻസൽ. ദാറ്റ് മീൻസ് ഇത് ഈ 24 ഇത് log 24 ന്യൂമറേറ്ററിലും ഈ log 24 ഡിനോമിനേറ്ററിലും വരും. അങ്ങനെ ക്യാൻസൽ ആകുന്നതാണ്. ഈ ക്രോസ് ആയിട്ട് വരുന്നത് ഇത് രണ്ടും 36ഉം ക്യാൻസൽ ആകും. ദാറ്റ് മീൻസ് റിമൈനിങ് എന്ത് വരും? log 12 divided by log 48 plus 1. This can be written as log 12 to the base 48 plus 1. log 12 to the base 48 plus 1. So that means നമുക്ക് ഇവിടെ ഈ 1 ഇതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. സോ ലോഗിനോട് ചേർന്ന് 1 വന്നാൽ നമ്മൾ എങ്ങനെ അതിനെ ഇൻ ടേംസ് ഓഫ് ലോഗ് ആക്കി മാറ്റും? എങ്ങനെയാണ് ആ 1നെ ഇൻ ടേംസ് ഓഫ് ലോഗ് ആക്കി മാറ്റുന്നത്? ആ 1നോട് ചേർന്ന് വന്ന ലോഗിന്റെ ബേസ് എന്താണോ ഇൻ ടേംസ് ഓഫ് ബേസ്. സോ ലോഗരിതം ഓഫ് എ നമ്പർ log a to the base a equal to 1. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ this 1 can be written as ഈ log base 48 എന്ന രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? log 48 to the base 48 equal to 1 വരണ്ടേ? So that means logarithm of a number to the same base is always 1 എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. So that means this 1 can be written as log 12 to the base 48 plus log 48 to the base 48. രണ്ട് ലോഗരിതംസ് ബേസ് സെയിം ആയിട്ട് വന്നാൽ നമുക്ക് ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം? log m plus log n can be written as log of mn. So this can be written as log of 12 into 48 to the base 48. That means 12 into 48 right now log 576 to the base 48. So this can be written as 576 എന്ന് പറയുന്നത് 24 സ്ക്വയർ ആണ്. 24 സ്ക്വയർ ആണ് 576. ദാറ്റ് മീൻസ് ദിസ് 576 ക്യാൻ ബി റിട്ടൺ ആസ് log 24 സ്ക്വയർ ടു ദ ബേസ് 48. സോ ഇവിടെ നമുക്ക് log m raised to n to the base a equal to n log m to the base a ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 log 24 to the base 48. 2 log 24 to the base 48. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സോ വൈയോ ഇസഡോ log 24 ടു ദ ബേസ് 48 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ബട്ട് നമുക്ക് ബേസ് ചേഞ്ചിങ് റൂൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ബേസ് ചേഞ്ചിങ് റൂൾ അനുസരിച്ച് തന്നിരിക്കുന്ന വാല്യൂ വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? log 24 2 into log 24 to the base 36 into log 36 to the base 48. സോ ഇത് log a to the base b log a divided by log b ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ക്യാൻസൽ ആകും? 36 ഗെറ്റ് ക്യാൻസൽ. മിച്ചം എന്ത് തന്നെ കിട്ടും? എക്സാക്ട്ലി log 24 to the base 48 എന്ന് തന്നെ കിട്ടും. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിയേ ഈ log 24 to the base 36 എന്താണ്? ആക്ച്വലി log 24 to the base 36 y ആണ്. log 36 to the base 48 z ആണ്. ദാറ്റ് മീൻസ് xy z plus 1 can be written as 2 into y into z. നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണിത്. നമ്മൾ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ്. എക്സും വൈയും ഇട്ടും പിയും ക്യൂവും ആറും ഇട്ടും രണ്ട് രീതിയിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ലോഗിൽ നിന്ന് ഇനിയും ചോദിക്കാവുന്ന ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ക്ലിയർലി? സോ 2 into y into z. ചോയ്സ് സി. അല്ലേ? ക്വസ്റ്റിലേക്ക് പോവാം. സോ ലാസ്റ്റ് ടൈം ഓൾസോ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ സെപ്റ്റംബറിൽ. ഇൻ എ 2-digit നമ്പർ ദ ഡിജിറ്റ് ഇൻ ദ ടെൻസ് പ്ലേസ് ഈസ് ട്വൈസ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്. നമുക്കിത് ഒരിക്കലും ഇത് ഫോമുല ഒന്നും ചെയ്ത് സമയം കളയരുത്. പക്കാ ചോയ്സ് മെത്തേഡിൽ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ചോയ്സ് 2-digit നമ്പർ ചോയ്സിൽ നിന്ന് പിക്ക് ചെയ്യുക. ടൈം ലിമിറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡിജിറ്റ് പ്രോബ്ലം വന്നാൽ നമ്മൾ വേറെ ഒരു മെത്തേഡും അഡോപ്റ്റ് ചെയ്യരുത്. ചോയ്സ് മെത്തേഡ്. നമുക്കൊരു 2-digit നമ്പറാണ് വേണ്ടത്. 2-digit നമ്പറാണ് വേണ്ടത്. ഡിജിറ്റ് ഇൻ ദ ടെൻസ് പ്ലേസ് ഈസ് ട്വൈസ് ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്. ദാറ്റ് മീൻസ് യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ എന്താണോ ഡിജിറ്റ് എന്താണോ അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ വരിക ടെൻസ് പ്ലേസിൽ വരിക. സോ ദാറ്റ് മീൻസ് നമുക്കിവിടെ ചോയ്സ് നോക്കുകയാണെങ്കിൽ 6 3 6. സോ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. 2 1 കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. 4 2 കൺസിഡർ ചെയ്യാൻ നൺ ഓഫ് ദീസ് തൽക്കാലം ഒഴിവാക്കാം.
ബട്ട് 63 നമ്മൾ എടുക്കുകയാണെങ്കിൽ 63 യൂണിറ്റ് പ്ലേസിൽ 3 ആണ്, അതിൻ്റെ ഇരട്ടിയാണ് നമുക്ക് എവിടെ വന്നിരിക്കുന്നത്, ടെൻസ് പ്ലേസിൽ വന്നിരിക്കുന്നത്. ദെൻ അതിൽ നിന്ന് 18 സബ്ട്രാക്ട് ചെയ്താൽ 63 മൈനസ് 18 എത്ര വരും, 45 ആണ്. ഡിജിറ്റ്സ് ആക്ച്വലി റിവേഴ്സ് ചെയ്തിരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ദെയർഫോർ നമുക്ക് എന്താണ് 21 നമുക്ക് നോക്കുക വേണ്ട, ബിക്കോസ് 21 എന്താണ് 21ഉം നമുക്ക് യൂണിറ്റ് പ്ലേസിലുള്ളതിന് 1 ആണ്, 2 ആണ്, നമുക്കതും നോക്കേണ്ടതാണ്. 18 കുറച്ചാൽ നമുക്ക് ആക്ച്വലി എത്രയാണ്, ഒരു 1 ഡിജിറ്റ് നമ്പർ 03 എന്നുള്ള ഒരു 1 ഡിജിറ്റ് നമ്പർ ആണ് കിട്ടുന്നത്. ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്തിട്ടില്ല. അടുത്തത് ഇനി 42 എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് പ്ലേസിൽ 2 ആണ്, ടെൻസ് പ്ലേസിൽ 4 ആണ് വരുന്നത്. ഇതിൽ നിന്ന് 18 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 24. ഓക്കെ, 42 എന്നുള്ള നമ്പർ എങ്ങനെ മാറി, 22 ഡിജിറ്റ്സ് എന്തായി, റിവേഴ്സ് ഓർഡറിൽ വന്നു. ദെയർഫോർ ആൻസർ 42 2 ഡിജിറ്റ് നമ്പർ. ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 ഡിജിറ്റ് നമ്പർ ഏതാണ്, 42. ക്ലിയർ? സോ ഇവിടെ നമുക്ക് എല്ലാം ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, നമ്മൾ എക്സാക്ട്ലി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോട്ട് അവിടെ നമുക്ക് ചോയ്സ് മെത്തേഡിൽ ഇത് കണക്ക് ഒരു ചോയ്സ് ആണ് വരുന്നത്. ബാക്കി ഇതേപോലെ യൂണിറ്റ് പ്ലേസിൽ ഇരട്ടി വരാത്ത രീതിയിലുള്ള ചോയ്സ് ആയിരുന്നു നമ്മൾ ക്ലാസ്സിൽ ചെയ്തത്. ഇവിടെ നമ്മുടെ MTPയിലേക്ക് വന്നപ്പോഴത്തേക്കും 63ഉം 21ഉം എല്ലാം തന്നെ യൂണിറ്റ് പ്ലേസിൻ്റെ ഇരട്ടി ടെൻസ് പ്ലേസിൽ വരുന്ന രീതിയിൽ ചോയ്സ് വന്നിരിക്കുന്നു. ബട്ട് 18 കുറച്ചാൽ ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്യും എന്ന് പറയുന്നത് ഏത് 2 ഡിജിറ്റ് നമ്പറിൽ മാത്രമേ സ്യൂട്ട് ആവുള്ളൂ, 42. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. For a certain commodity, the demand equation giving y units for a price P in rupees per unit is y is equal to y demand equation y is equal to 100 into 10 minus P. The supply equation then നമുക്ക് അടുത്ത എന്താണ്, supply equation given by supply Z units for a price of P in rupees per unit is at equal to 75 into P minus 3. The market price is such that which demand equals supplies. That means എന്ത് പറഞ്ഞിരിക്കുന്നു ക്വസ്റ്റ്യനിൽ, ഡിമാൻഡ് എന്തിനോട് ഈക്വൽ ആണ്, സപ്ലൈയോട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം, y ഈക്വൽ ടു ഇസഡ്, y എന്തിനോട് ഈക്വൽ ആണ്, ഇസഡിനോട് ഈക്വൽ ആണ്. സോ നമുക്ക് സോൾവ് ചെയ്യാം. y എന്താണ്, 100 ഇൻറ്റു 10 മൈനസ് പി ഇസ് ഈക്വൽ ടു 75 ഇൻറ്റു പി മൈനസ് 3. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം, 100 ഇൻറ്റു 10,000 മൈനസ് 100 പി ഇസ് ഈക്വൽ ടു 75 പി മൈനസ് 225. സോ ദാറ്റ് മീൻസ് നമുക്ക് പി ടേംസിനെ എല്ലാം RHSലേക്ക് കൊണ്ടുവരാം, റിമൈനിങ് ടേംസിനേക്ക് LHSലേക്ക് കൊണ്ടുവരാം. സോ ദാറ്റ് മീൻസ് നമുക്ക് എത്ര കിട്ടും, 1225 is equal to 175 P. That implies P is equal to 1225 divided by 175. That means P equal to 7. Now P 7 ഉള്ള ചോയ്സ് 1 ആണ്. ബട്ട് നൺ ഓഫ് ദീസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ്, നേരെ ആൻസറിലേക്ക് പോകാതെ എന്തുകൂടെ കണ്ടുപിടിക്കുക, y കൂടെ കണ്ടുപിടിക്കുക. സോ y കണ്ടുപിടിക്കാനായിട്ട് നേരെ എന്ത് ചെയ്യാം, ഇതിന് ഇക്വേഷൻ 1 എന്നോ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിയുടെ വാല്യൂ ഇക്വേഷൻ 1 കൊടുത്തു കഴിഞ്ഞാൽ പിയുടെ വാല്യൂ ഇക്വേഷൻ 1 കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും, y ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 10 മൈനസ് 7. ദാറ്റ് മീൻസ് 10 മൈനസ് 7 3 ആണ്, 100 ഇൻറ്റു 3 300 യൂണിറ്റ്സ്. സോ ദെയർഫോർ ആൻസർ എന്ത് വന്നു, ചോയ്സ് എ 7 then 300 units, 7 and then 300 units. ഓക്കെ ആണോ, കിട്ടിയ ആൻസർ? സോ നിങ്ങളും 31 ആൻസർ ചെയ്ത ആൻസർ കൂടെ പറയുകയാണെങ്കിൽ ഒരു ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു.
Okay, then next question. The age of a person is 8 years more than thrice the age of the sum of his two grandsons who were twins. Exactly same question നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഒരാളുടെ ഏജ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് എത്രയാണ്, ഗ്രാൻഡ് സൺസിൻ്റെ ട്വിൻസ് ആയിട്ടുള്ള ഗ്രാൻഡ് സൺസിൻ്റെ ഏജിൻ്റെ സമ്മിൻ്റെ ഇരട്ടിയെക്കാട്ടിലും 3 ഇരട്ടിയെക്കാട്ടിലും 8 കൂടുതലാണ്. 8 years more than thrice the age of the sum of his two grandsons who were twins. ട്വിൻസ് ആണ് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, രണ്ടുപേരുടെയും ഏജ് സെയിം ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ദ ഏജ് ഓഫ് മാൻ ഈസ് ഈക്വൽ ടു എക്സ്. ദെൻ നമുക്കിവിടെ നോർമലി സ്റ്റുഡൻസ് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് സൺ 1 അല്ലെങ്കിൽ ഗ്രാൻഡ് സൺ 1 ഗ്രാൻഡ് സൺ 2 എന്ന രീതിയിൽ എടുക്കരുത്. നമുക്ക് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ കണ്ടീഷൻ നോക്കിയാലും ആഫ്റ്റർ 8 years his age will be 10 years more than twice the sum of the ages of his two grandsons. That means രണ്ട് റിലേഷനും എന്തിനെ ബേസിലാണ് പറഞ്ഞിരിക്കുന്നത്, ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് അല്ലെങ്കിൽ മാൻ്റെ ഏജും സം ഓഫ് ദ ഏജസ് ഓഫ് ഹിസ് ടു ഗ്രാൻഡ് സൺസ് ഉണ്ടോ. ഇപ്പോഴത്തെ ഏജും 8 വർഷം കഴിഞ്ഞും എന്താണ്, അയാളുടെ ഏജും ഗ്രാൻഡ് സൺസിൻ്റെ ഏജിൻ്റെ സമ്മും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സും പറഞ്ഞിരിക്കുന്നത്. സോ ദെയർഫോർ നമുക്ക് രണ്ടാമത്തെ വേരിയബിൾ എങ്ങനെ എടുക്കാം, ആവശ്യമില്ലാതെ നമുക്ക് 3 വേരിയബിളിലേക്ക് പോകരുത്, കോംപ്ലിക്കേഷൻ നമ്മളായിട്ട് കൊണ്ടുവരരുത്. 2 വേരിയബിൾസ് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ സോൾവ് ചെയ്യാം. സോ സം ഓഫ് ഏജസ് ഓഫ് ഗ്രാൻഡ് സൺസ് ഈസ് ഈക്വൽ ടു y എന്ന് കൊടുക്കാം. ദെൻ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, his age ax is equal to 3y plus 8. X is equal to 3y plus 8. That means his age will be 8 more than thrice the age of his two grandsons. Sum of the age of his two grandsons. So sum of the ages in the age in the 3 ഇരട്ടിയെക്കാട്ടിലും 8 കൂടുതൽ 3y plus 8. Then after 8 years 8 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഗ്രാൻഡ് ഫാദറിന് അല്ലെങ്കിൽ മാൻ എത്ര കൂടും, 8 വയസ്സ് കൂടും. ദാറ്റ് മീൻസ് ഹിസ് ഏജ് വിൽ ബി എക്സ് പ്ലസ് 8. ഹിസ് ഏജ് വിൽ ബി 10 years more than twice the sum of the ages of his grandsons. Twice the sum of ages. That means grandsons 2 പേരുണ്ട്, 2 പേർക്കും എന്താണ് 8 വയസ്സ് വെച്ച് കൂടും. ദാറ്റ് മീൻസ് y plus 16 plus 10 in equation. നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് 8 ഇസ് ഈക്വൽ ടു 2y പ്ലസ് 32 പ്ലസ് 10. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 8 ഇസ് ഈക്വൽ ടു 2y പ്ലസ് 42. എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1 ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ എഴുതാം, എക്സിന് പകരം 3y പ്ലസ് 8 ഇസ് ഈക്വൽ ടു 2y പ്ലസ് 42. സോ ദാറ്റ് മീൻസ് ഈ 2y LHSലേക്ക് വരുമ്പോൾ -2y ആകും. 3y മൈനസ് 2y 8 പ്ലസ് 8 16. സോ 42 മൈനസ് 16 റേറ്റും 26. സോ ദാറ്റ് മീൻസ് y ഇസ് ഈക്വൽ ടു 26. സോ y നമുക്ക് 26 കിട്ടി. നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ദെൻ ദ ഏജ് ഓഫ് ദ പേഴ്സൺ വെൻ ദ ട്വിൻസ് വെയർ ബോൺ. അവർ ജനിച്ചപ്പോഴുള്ള ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ എന്താണ് y കിട്ടിയാൽ x കണ്ടുപിടിക്കാൻ നേരെ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് y in 1 ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ എഴുതാം, x is equal to 3 into 26 plus 8. So that means x is equal to 86. ഉടനെ ചാടിക്കയറി ഫസ്റ്റ് ചോയ്സ് 86 ആണ്, അത് കയറി കറപ്പിക്കരുത്. ഗ്രാൻഡ് ഫാദറിൻ്റെ ഇപ്പോഴത്തെ ഏജ് ആണ് 86. ദാറ്റ് മീൻസ് ഗ്രാൻഡ് സൺസിൻ്റെ ഏജിൻ്റെ സം, ട്വിൻസ് ആയിട്ടുള്ള ഗ്രാൻഡ് സൺസിൻ്റെ ഏജിൻ്റെ സം എത്രയാണ് 26 വരുമ്പോൾ. ദാറ്റ് മീൻസ് ഇവർക്ക് എത്ര വെച്ചുണ്ട്, 13 വയസ്സ് വെച്ചുണ്ട് ഗ്രാൻഡ് സൺസിൻ്റെ ഇപ്പോഴത്തെ ഏജ്. സോ ദാറ്റ് മീൻസ് ഇവർ ജനിക്കുമ്പോഴുള്ള ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏജ് വെൻ grandsons were born equal to 86 minus 13. That means 73 years. The choice undo, choice B is the right answer. Okay no?
ക്ലിയർ ആണോ? കിട്ടിയ ആൻസർ എല്ലാവർക്കും? Then next question. The roots of the equation. നമ്മൾ quadratic equationലേക്ക് വന്നിരിക്കുകയാണ്. The roots of the equation. നമുക്ക് 3x square minus 14x minus k equal to 0. The roots of the equation will be reciprocals. So roots reciprocals. The roots are reciprocals. Implies a equal to c. That means coefficient of x square should be equal to constant term. Coefficient of x square will be equal to constant term. So that means നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ quadratic equation എന്താണ്? ax square plus bx plus c equal to 0 എന്ന് പറയുന്ന quadratic equationലാണ് നമുക്ക് റൂട്ട്സ് റെസിപ്രോക്കൽ ടു ഈച്ച് അതർ ആണെങ്കിൽ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ a by c equal to 1. അതൊന്നും കഥയൊന്നും എഴുതി സമയം കളയരുത്. നമ്മൾ നോട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റൂട്ട്സ് ഓഫ് എ quadratic equation are reciprocal to each other. That implies a equal to c. then ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ ആൻസർ k equal to -3 ആണോ k equal to 3 ആണോ വരുന്നത്? ചോയ്സ് എ ആണോ ചോയ്സ് സി ആണോ വരേണ്ടതെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിരിക്കുന്ന ചോയ്സിലെ ആൻസറിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആക്ച്വലി ആൻസർ ഇവിടെ എന്ത് വരും? റൂട്ട്സ് ആർ റെസിപ്രോക്കൽസ് മീൻസ് coefficient of x square is equal to constant term. That implies k ക്ക് എന്ത് വാല്യൂ വന്നാൽ so that means നമുക്കിവിടെ നോക്കിയാൽ അറിയാം 3 equal to minus k ആണ്. so constant term ഇവിടെ എന്താണ്? -k ആണ്. so that implies k equal to -3 ആണ് വരേണ്ടത്. k ക്ക് -3 വന്നാലാണ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആ കോൺസ്റ്റന്റ് ടേം എന്തിനോട് ഈക്വൽ ആകുന്നത്? 3യോട് ഈക്വൽ ആകുന്നത്. therefore ആൻസർ k equal to -3 ആണ്, അല്ലാതെ k equal to 3 അല്ല. ക്ലിയർ ആണോ? Okay, then next question. If the roots of equation x square plus x plus r equal to 0 are alpha and beta, and alpha cube plus beta cube equal to -6, then find the value of r. So basically നമ്മൾ exactly same question നമ്മൾ നമ്മുടെ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുള്ളതാണ്. x square നമ്മുടെ quadratic equation എന്താണ്? x square plus x plus r equal to 0 എന്ന് പറയുന്ന quadratic equationന്റെ റൂട്ട്സ് ആർ ആൽഫ കോമ ബീറ്റ. സോ ആൽഫയും ബീറ്റയും റൂട്ട്സ് ആണെങ്കിൽ quadratic equationന്റെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം, രണ്ട് വാല്യൂസ്. എന്തൊക്കെയാണ്? ആൽഫ പ്ലസ് ബീറ്റ, ദാറ്റ് മീൻസ് -b/a ആണ്, -b/a. സോ ദാറ്റ് മീൻസ് എത്ര വരും? -1. ദെൻ ആൽഫ ബീറ്റ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് c/a, ദാറ്റ് ഇംപ്ലൈസ് r. ദെൻ നമുക്ക് എന്ത് തന്നിരിക്കുന്നു? ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഈക്വൽ ടു -6. സോ നമുക്ക് രണ്ട് കാര്യങ്ങളെ കിട്ടിയുള്ളൂ. ഒന്ന് ആൽഫ പ്ലസ് ബീറ്റയും, രണ്ടാമത്തതോ ആൽഫ ബീറ്റയും. സോ ഇത് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബേസിക് ഫോർമുല. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ക്യാൻ ബി റിട്ടൺ ആസ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. ആ ഫോർമുല യൂസ് ചെയ്താൽ ദിസ് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് മൈനസ് 3 alpha beta into alpha plus beta equal to -6. So നോക്കിയേ, നമുക്ക് എല്ലാ ടൈം ആൽഫ പ്ലസ് ബീറ്റ അറിയാം, -1 ആൽഫ ബീറ്റ അറിയാം, ആൽഫ പ്ലസ് ബീറ്റ -1 വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -1 raised to 3 -3 into r into -1 equal to -6. -1 raised to 3 മൈനസ് raised to odd figure ആണ് വരുന്നെങ്കിൽ മൈനസ് വരും. -1 പ്ലസ് because -3 into -1 minus into minus sign conversion rule നമുക്ക് പ്ലസ് ആകും. 3r is equal to -6. so that implies 3r equal to ഈ -1 RHSലേക്ക് വരുമ്പോൾ എന്താകും? -1 RHSലേക്ക് വരുമ്പോൾ +1 ആകും. that means മിച്ചം എന്ത് വരും? -5. that implies r is equal to -5 divided by 3 -5
divided by 3 minus 5 divided by 3 minus 5 divided by 3. Okay ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Then next question. Find the value of. So ഇത് സിംപ്ലിഫൈ ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കണം. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുള്ളതാണ്. 1 minus x square raised to minus 1 the whole raised to minus 1 by 2 minus 1 divided by 2. So that means നമ്മൾ ബോർഡ് മാസ് റൂൾസ് ആണ്, ബ്രാക്കറ്റ് ഓപ്പറേഷൻസ് ആണ്, പ്ലസ് മൈനസ് ഒക്കെ ആണ് പിന്നീടുള്ളത്. സോ ബ്രാക്കറ്റ് ഓപ്പറേഷൻസ് വന്നാൽ നമ്മൾ ഏറ്റവും ഇന്നർ ബ്രാക്കറ്റിലെ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. സോ മൈനസ് something a raised to minus 1 can be written as 1 by a. That means something raised to minus 1 can be written as 1 by something. Is something in the സ്ഥാനത്ത് 1 minus x square ആണ് വരുന്നെങ്കിൽ can be written as 1 divided by 1 minus x square. That means ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഏറ്റവും ഇന്നർ ബ്രാക്കറ്റിൽ നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. So that means this can be written as 1 minus 1 by 1 minus x square. That means ഇപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തു. Then മിച്ചം എന്തുണ്ട്? minus 1 the whole raised to minus 1 by 2. Then again ഈ ബ്രാക്കറ്റിനകത്ത് നമുക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. സോ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? 1 minus 1 by 1 minus x square എന്നുള്ളത് നമുക്ക് എന്താണ് LCM എടുക്കാം. LCM that means ഈ ഒരു ഇത് സോൾവ് ചെയ്തിട്ട് നമ്മൾ പവർ എടുക്കാൻ പോവുകയാണ്. 1 minus LCM 1 minus x square ആകുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ 2 ടൈം ഉള്ളെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 minus x square minus 1 the whole divided by LCM 1 minus x square the whole raised to minus 1 the whole raised to minus 1 by 2. So ഇവിടെ നമുക്ക് എന്താണ് ഈ 1 minus 1 get cancelled. ഇത് നോക്കിയാൽ അറിയാം നമുക്ക് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ആകും. മൈനസ് ഇൻറ്റു മൈനസ് സൈൻ കൺവേർഷൻ റൂൾ പ്ലസ് ആകും. സോ ദാറ്റ് ഇംപ്ലൈസ് 1 plus x square divided by 1 minus x square the whole raised to minus 1 the whole raised to minus 1 by 2. So that means നമുക്ക് എങ്ങനെ എഴുതാം? 1 plus ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 minus x square divided by x square the whole raised to minus 1 by 2. ബ്രാക്കറ്റിനകത്ത് LCM എടുക്കുമ്പോൾ എങ്ങനെ വരും? x square plus 1 minus x square the whole divided by x square the whole raised to minus 1 by 2. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഗെറ്റ് ക്യാൻസൽ. മിച്ചം എന്ത് വരും? 1 by x square the whole raised to minus 1 by 2. 1 by x square can be written as x raised to minus 2 the whole raised to minus 1 by 2. So indices-ന്റെ പ്രോപ്പർട്ടി a raised to m the whole raised to n പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? x raised to minus 2 into minus 1 by 2 2 get cancel. x raised to 1 അല്ലെങ്കിൽ x is the right answer equal to x. Okay. Clearly? Then next question. Find the value of okay 3 raised to n plus 1 plus 3 raised to n divided by 3 raised to n plus 3 minus 3 raised to n plus 1. നമുക്കിവിടെ സിമിലർ ആയിട്ട് സോൾവ് ചെയ്യാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് കോമൺ ആയിട്ട് എന്തുണ്ട്? 3 raised to n plus 1 ഉണ്ട്. സോ ദാറ്റ് മീൻസ് 3 raised to n plus 1 കോമൺ എടുത്താൽ 3 raised to n plus 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് 3 raised to n plus 1 കിട്ടുന്നത്. 3 raised to n plus 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 raised to n ആകും? സോ 3 raised to n plus 1ൽ നിന്ന് 1 പോകണം. ദാറ്റ് മീൻസ് 3 raised to minus 1 3 raised to minus 1 ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കുക 3 raised to n plus 1 തന്നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ 3 raised to n plus 1 കോമൺ എടുത്താൽ 3 raised to n plus 1നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ആണ് n plus 3 ആകുന്നത്? 3 സ്ക്വയർ. ബിക്കോസ് a raised to m into a raised to n a raised to m plus n എന്ന് പറയുന്ന ഇൻഡീസസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ പ്യൂർലി അപ്ലൈ ചെയ്തിരിക്കുന്നത്. മൈനസ് 1 ബിക്കോസ് 3 raised to n plus 1നെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്താകുന്നത്? മൈനസ് 3 raised to n plus 1 ആകുന്നത്.
ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ടുള്ള ടേം ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഇംപ്ലൈസ് 1 പ്ലസ് 1/3 ഡിവൈഡഡ് ബൈ 9 മൈനസ് 1. സോ ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാം? 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 9 മൈനസ് 1 8. So that means 3 plus 1 4 divided by 3 into 8. 4 by 2 2 which എത്ര വരും? ന്യൂമറേറ്ററിൽ 1 ഡിനോമിനേറ്ററിൽ 3 into 2 6. 1 divided by 6. 1 divided by 6. 1 divided by 6. 1 divided by 6. Okay. One divided by 6. Then next question. So ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ അല്ല നമ്മൾ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അൺനോൺ ക്വാണ്ടിറ്റീസ് ഈക്വൽ ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. u raised to 5x is equal to v raised to 5y is equal to w raised to 5z. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പവറിൽ ഒരു 5 വന്നിരിക്കുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം ഇക്വേഷൻ ആയതുകൊണ്ട് എന്താണ് ഒരു ഇതിൽ ചെയ്യുന്നത് ഫസ്റ്റ് ടേമിൽ ചെയ്യുന്ന അതേ കാര്യം തന്നെ എന്താണ് സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഒരു ഫിഫ്ത്ത് റൂട്ട് എടുക്കുകയാണ്. ഫിഫ്ത്ത് റൂട്ട് ഓഫ് u raised to 5x is equal to ഇവിടെയും ഫിഫ്ത്ത് റൂട്ട് ഓഫ് u raised to 5y is equal to fifth root of w raised to 5z. w raised to 5z. So that means നമുക്ക് എങ്ങനെ എഴുതാം? u raised to 5x the whole raised to 1 by 5 is equal to fifth root means the whole raised to 1 by 5 അല്ലേ? u raised to 5y the whole raised to 1 by 5 is equal to w raised to 5z the whole raised to 1 by 5. So that means നമുക്കിതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? u raised to x is equal to v raised to y is equal to w raised to z. 3 unknown quantities ഈക്വൽ ആയിട്ടാണ് നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? എന്തിനോട് ഇക്വേറ്റ് ചെയ്യും? k യോട് ഇക്വേറ്റ് ചെയ്യും. So that implies u raised to x equal to k. u raised to x equal to k. So that implies u is equal k raised to 1 by x, equation 1. Then second one, v raised to y is equal to k. That implies v equal k raised to 1 by y, equation 2. Then third one, w raised to z equal to k. That implies w is equal to k raised to 1 by z, equation 3. നമ്മൾ യുവിൻ്റെയും വിൻ്റെയും ഇസഡിൻ്റെയും ഡബ്ല്യുവിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചു. ദെൻ നമുക്കൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. എന്താണത്? യു സ്ക്വയർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡബ്ല്യു. യു സ്ക്വയർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡബ്ല്യു. യു സ്ക്വയർ എങ്ങനെ എടുക്കാം? കെ റേസ് ടു 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ റേസ്ഡ് ടു 1 ബൈ വൈ ഇൻറ്റു കെ റേസ്ഡ് ടു 1 ബൈ ഇസഡ്. സോ ഇൻഡീസസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എടുക്കാം? കെ റേസ്ഡ് ടു 2 by x. ആർ എച്ച് എസിൽ 2 ഇൻഡീസസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബേസ് സെയിം ആണെങ്കിൽ എന്ത് ചെയ്യാം? എക്സ്പോണൻസ് ആഡ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് കെ റേസ്ഡ് ടു 1 by y പ്ലസ് 1 by z. സോ ദാറ്റ് മീൻസ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 ഇൻഡീസസ് ഈക്വൽ ആണ്. അതിൻ്റെ ബേസ് സെയിം ആണെങ്കിൽ എന്ത് പറയാം? നമുക്ക് പവർ അല്ലെങ്കിൽ എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ ഇൻടെക്സ് ഈക്വൽ ആയിരിക്കും. സോ ദാറ്റ് മീൻസ് 2 by x is equal to 1 by y plus 1 by z. That means 2 by x is equal to RHS LCM എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? z plus y divided by yz. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ വരും? 2 into yz equal to xz plus xy. xy. So that means നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? xy plus xz, xy plus xz
minus 2yz. സോ അത് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ LHS ഈ പ്ലസ് 2yzനെ RHS കൊണ്ടുപോയാൽ പോരെ. സോ ദാറ്റ് മീൻസ് എല്ലാം RHS വന്നു കഴിഞ്ഞാൽ LHS മിച്ചം എത്രയുണ്ട്? 0. Therefore ആൻസർ ഈക്വൽ ടു 0. ആൻസർ ഈക്വൽ ടു 0. ഓക്കെ ആണോ? ഈക്വൽ ടു 0. പ്രശ്നം ഒന്ന് മാർക്ക് ചെയ്തേക്കാം. നമുക്ക് ആ ഒരു ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ 5 കൂടുതലായിട്ട് വരുമെന്നേ ഉള്ളൂ. ബട്ട് ബെറ്റർ ആദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു ഫോർമാറ്റിലേക്ക് നെക്സ്റ്റ് ആയിട്ട് യു സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡബ്ല്യു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ തന്നിരിക്കുന്നു. അതിനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എക്സാക്ട്ലി നമുക്ക് വേണ്ടത് എന്താണോ അതിനകത്തേക്കാണ് നമ്മൾ എത്തിയത്. ആൻസർ ഈക്വൽ ടു 0. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇക്വേഷൻ ചാപ്റ്ററിൽ നമുക്ക് നോർമലി ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. Then next one, the shaded region represents നമുക്ക് 3 ഇൻഇക്വാളിറ്റീസ് അതിനകത്ത് വാല്യൂ തന്നിരിക്കുന്നു, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നു. ദെൻ ഫസ്റ്റ് ഓരോ ഇക്വേഷനായിട്ട് നമുക്ക് എടുക്കാം. ഒരു ഇൻഇക്വാളിറ്റി നമുക്ക് ലൈൻ വരച്ചിരിക്കുന്നത് ഗ്രാഫിലെ ഇക്വേഷനാണ്. ഫസ്റ്റ് 3x ഇതെടുക്കുകയാണ്. 3x plus 2y ഈക്വൽ ടു 24. സോ അതിൻ്റെ ഏത് പോർഷനാണ്? 3x plus 2y equal to 24 എന്ന് പറയുന്നതിൻ്റെ ലോവർ പോർഷനാണ് നമുക്ക് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 3x plus 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24. ദെൻ അടുത്തത് x plus 2y ഈക്വൽ ടു 16 എന്ന് പറയുന്ന x plus 2y ഈക്വൽ ടു 16 എന്ന് പറയുന്ന ആ ലൈനിൻ്റെയും എന്താണ് ലോവർ പോർഷനാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ദെയർഫോർ നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. ദെൻ ഇനി ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഇക്വാലിറ്റിയും കൂടാണുള്ളത്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 അതിൻ്റെയും ലോവർ പോർഷനാണ്, ഒറിജിനിലേക്കുള്ള പോർഷനാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സോ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തപ്പോൾ ഏത് ക്വാഡ്രന്റ് മാത്രമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം ഷെയ്ഡ് ചെയ്യുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം ഫീസിബിൾ റീജിയൻ, 3 ഇൻഇക്വാലിറ്റിയുടെയും കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം വരുന്ന എപ്പോഴാണ്? എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ. ആൻഡ് എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം വരുന്ന ചോയ്സ് ഏതാണ്? ഫസ്റ്റ് കേസ് നോക്കിയാൽ സെക്കൻഡ് ഇൻഇക്വാലിറ്റി ഗ്രേറ്റർ ദാൻ വന്നിരിക്കുന്നു, സെക്കൻഡ് കേസിൽ തേർഡ് വൺ വന്നിരിക്കുന്നു ഗ്രേറ്റർ ദാൻ. ദെയർഫോർ ഒബ്വിയസ്ലി ചോയ്സ് സി ഈസ് ദ റൈറ്റ് ആൻസർ. ചോയ്സ് സി ഈസ് ദ right answer. Okay അല്ലേ? ചോയ്സ് സി is the right answer. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾസോ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് റെപ്രസെന്റ് ദ ഇൻഇക്വാലിറ്റി എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6? എന്ന് ആൻസർ പറയാം. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഇൻഇക്വാലിറ്റി സിമ്പിൾ നോക്കിയിട്ട് പറയാം. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. നമുക്ക് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് കേസ് നോക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6 ആണ് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈൻ. ഇതിൻ്റെ ലോവർ പോർഷൻ, ദാറ്റ് മീൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ലോവർ പോർഷൻ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇവിടെ നോർമലി സ്റ്റുഡൻസ് വരുന്ന ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമല്ലല്ലോ, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എവിടെയും എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഇന്നത് 0ക്ക് മുകളിലായിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. എക്സ് പ്ലസ് വൈ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആയിരിക്കണം. ദാറ്റ് മീൻസ് ലോവർ പോർഷൻ. നമുക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു ചോയ്സ് എന്താണ്? എ ആണ്. നമുക്ക് എല്ലാം നോക്കിയിട്ട് കറക്റ്റ് ആൻസറിലേക്ക് വരാം. മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ ആണ് വേണ്ടത്. സോ ദെൻ ഒബ്വിയസ്ലി ബി നോക്കാം. ഇതിൻ്റെ അപ്പർ പോർഷൻ, ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 വരണം. ദാറ്റ് മീൻസ് ചോയ്സ് ബി അല്ല. ഇതിനകത്ത് എന്താണ്? ഒരു ലൈൻ മാത്രം. ലൈൻ വരുന്ന എപ്പോഴാണ്? ഈക്വേഷൻ ആകുവാണെങ്കിൽ, ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6 എന്ന് വന്നിരുന്നു എങ്കിൽ നമുക്ക് ഈ ലൈൻ വന്നേനെ. ബട്ട് അടുത്തത് നൺ ഓഫ് ദീസ്. നമുക്ക് തന്നിരിക്കുന്ന ചോയ്സിൽ ഏറ്റവും കൺസിഡർ ചെയ്യാവുന്ന ചോയ്സ് ഏതാണ്? ചോയ്സ് എ. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ക്ലിയർ അല്ലേ? ദെൻ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, 4th ചാപ്റ്റർ, 14 മാർക്സ് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ, മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്. The time by which a sum of money is 8 times of itself if it doubles itself in 15 years. Exactly same question നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ നോക്കുക, ഡബിൾ ആകാൻ എടുക്കുന്ന ടൈം 15 years ആണ്. ഡബിൾ ആകാൻ മീൻസ് 2 times in 15 years. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്ന് എക്സാക്ട്ലി ക്വസ്റ്റ്യനിൽ ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ല. സം ഓഫ് മണി is 8 times of in time by which a sum of money is 8 times of itself if it doubles itself in 15 years. 15 വർഷം കൊണ്ട് ഡബിൾ ആകുന്നു. അങ്ങനെയാണെങ്കിൽ 8 ടൈംസ് ആകാനായിട്ട് 8 ടൈംസ് ഇവിടെ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്യാം. 2 times in 15 years, then 8 എന്ന് പറയുന്നത് എന്താണ്? 2 raised to 3 times ആണ്. That means n times in t years, then n raised to m times in m into t years. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് ഫോർമുലയാണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? m into m 3 into, because n raised to m 3 into 15 equal to 45 years. 45 years. 45 years. 45 years. Okay, le. Then next question. What is the rate of simple interest? Simple interest. If a sum of money amounts to rupees 2,784 in 4 years and 2,688 in 3 years. So നമുക്ക് 4 years in 4 years 2,784 ഇത് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ് ഇത് എന്ന രീതിയിൽ രണ്ട് ഇക്വേഷൻ is equal to p into 1 plus t എന്നുള്ള രീതിയിൽ ചെയ്തു പോകാം. ബട്ട് നമുക്ക് എന്താണ്, നമുക്ക് നോർമലി ഷോർട്ട് കട്ട് മെത്തേഡിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ 4 years അക്യൂമുലേറ്റഡ് എമൗണ്ട് ഉണ്ട്. നമുക്ക് 3 years അറിയാം 2,688. സോ ദാറ്റ് മീൻസ് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? 2784 മൈനസ് 2688. ദാറ്റ് മീൻസ് ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു 96. സിമ്പിൾ ഇൻട്രസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ടെന്നാണ്, എല്ലാ വർഷവും കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? സോ ദാറ്റ് മീൻസ് ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് മീൻസ് പി ഐ ആണ് 96. പി ഐ ആണ് 96. എല്ലാ വർഷവും കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും. സോ 3 വർഷം കൊണ്ടുള്ള അക്യൂമുലേറ്റഡ് എമൗണ്ട്, 3 years കൊണ്ടുള്ള അക്യൂമുലേറ്റഡ് എമൗണ്ട് ഫോമുല നമുക്ക് എങ്ങനെ എടുക്കാം? പി പ്ലസ് ഐ അല്ലേ? സോ 3 വർഷം കൊണ്ട് അക്യൂമുലേറ്റഡ് എമൗണ്ട് അറിയാം നമുക്ക് 2,688. പി നമുക്ക് കണ്ടുപിടിക്കണം. ഐ എന്ന് പറയുന്നത് എല്ലാ വർഷവും 96 ആണെങ്കിൽ 3 വർഷം കൊണ്ട് എത്ര കിട്ടും? 96 into 3 288. Therefore P is equal to എത്ര വരും? 2688 minus 288. That means 2,400. So that means നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഈ കിട്ടിയ പിയുടെ വാല്യൂ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോർമലി 2-3 വർഷത്തെ അക്യൂമുലേറ്റഡ് എമൗണ്ട്, 4 വർഷത്തെ അക്യൂമുലേറ്റഡ് എമൗണ്ട്, 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിൽ നമുക്ക് കുറച്ചുകൂടെ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എല്ലാ വർഷവും കിട്ടുന്ന എമൗണ്ട് സെയിം ആയിരിക്കും. 3-ാമത്തെ വർഷത്തെയും 4-ാമത്തെ വർഷത്തെയും അക്യൂമുലേറ്റഡ് എമൗണ്ട് നമ്മുടെ ഡിഫറൻസ് പറഞ്ഞാൽ ഒബ്വിയസ്ലി എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം? പി ഐ. സോ ദാറ്റ് ഇംപ്ലൈസ് പി 2,400 into I is equal to 96. That implies I is equal to 96 divided by 2,400, 0.04. That means 4% per annum. 4% per annum. Clearly? Then, next question. In how many years a sum will become double at 5% per annum? Compound interest. Compound interest. Compound interest in the case of accumulated amount formula endana? A is equal to P into 1 plus I the whole raised to N.
So that means sum എന്താവും ഡബിൾ ആകുക മീൻസ് എത്രയാണ് ഈ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പിയുടെ ഡബിൾ ആകുക മീൻസ് 2p ആകുക. നമുക്ക് എന്ത് ചെയ്യാം 2p is equal to p into 1.05 because 5% raised to n. നേരെ എന്ത് ചെയ്യാം p get cancel. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന എന്താണ് 1.05 എത്ര തവണ റേസ് ചെയ്താൽ 2 കിട്ടും നോക്കും. നമ്മുടെ ചോയ്സ് 14, 14.1, 14.2, 14.3 എന്ന രീതിയിൽ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. അവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ് ലോഗ് മെത്തേഡ്. ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. സോ ദാറ്റ് മീൻസ് log 2 is equal to ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം n log 1.05 n log 1.05 n log 1.05. ഇത് ഈ ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ട്രിക്ക് യൂസ് ചെയ്ത് ലോഗിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും n എത്ര വർഷം എന്നുള്ള ആ ഡെസിമലിലുള്ള വാല്യൂ എക്സാക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ നോക്കാം ലോഗ് 2 നമ്മൾ ലോഗിൻ്റെ കാൽക്കുലേറ്റർ ലോഗ് കണ്ടുപിടിക്കുന്നതാണ്. ലോഗ് 2 കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് 2 ടൈപ്പ് ചെയ്യുക, then calculator 2, then root 15 times, then -1, then divided by 0.000070271. നേരെ കാൽക്കുലേറ്റ് ചെയ്യാം 1 2 അടിച്ചു, then 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 -1 into 1.000070271 is equal to, so log 2 ന്റെ വാല്യൂ 0.3010 എടുക്കുകയാണ് 258855 എന്നാണ് റൗണ്ട് ഓഫ് ചെയ്തു. n ഇൻറ്റു ലോഗ് 1.05 ഇവിടെ 1.05 കാൽക്കുലേറ്റ് അടിക്കുക, then root 15 times 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 -1 divided by 0.000070271 is equal to 0.0211 889. So n equal to 0.30103 divided by 14.207. That means 14.2 years. നമ്മുടെ ചോയ്സിൽ 14.2 years. 14.2 years. 14.2 years. 14.2 years. ഓക്കെ അല്ലേ? എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡയറക്റ്റ് അവിടെയും നമ്മൾ കോൺസെപ്റ്റാണ് ഓർക്കേണ്ടത്. ഡയറക്റ്റ് കിട്ടും ചിലപ്പോൾ. സംടൈംസ് ചോയ്സ് ഇങ്ങനെ അല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടും 14.2 ദെൻ 15.5 അങ്ങനെയൊക്കെയാണ് ചോയ്സ് വരുന്നതെങ്കിൽ എക്സാക്ട്ലി നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന വാല്യൂ വെച്ചിട്ട് ഈ ലോഗ് എടുക്കാതെ എടുക്കാം. അപ്പോൾ നമുക്ക് ആ ചോയ്സ് അനുസരിച്ച് ഏത് അപ്രോച്ച് എടുക്കണം, ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യണോ അല്ലെങ്കിൽ ലോഗ് എടുക്കണോ എന്നുള്ളതാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അവിടെ എടുക്കേണ്ട ഡിസിഷൻ. ഓക്കെ, അതിന് പ്രാക്ടീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. X bought an electronic item for ₹1000. What would be the future value of the same after 2 years if the value is compounded semi-annually at the rate of 22% per annum? Exactly same question ചെയ്തതാണ്. Future value, no, single cash flow ആണ്. Future value of single cash flow. Future value of single cash flow. F is equal to future value P into 1 plus compounded semi-annually after 2 years. Okay, the 1 plus I by 2 the whole raised to 2t. 1000 into 1 plus 0.22 divided by 2 the whole raised to 2 into 2 4. That means 1000 into 1.11 raised to 4. Calculator direct ചെയ്യാം. 1.11 into equal 2 times 3 4 into 1000 right to 1518.07. 1518.07. Okay. Then next question. The difference between simple interest and compound interest on a sum of rupees 10,000 for 4 years.
നമുക്ക് 2 years ആയിരുന്നെങ്കിലും 3 years ആയിരുന്നെങ്കിലും നമുക്കൊരു ഷോർട്ട് കട്ട് ഫോർമുല അപ്ലൈ ചെയ്യാമായിരുന്നു. 4 years ആണ് നമുക്ക് ഡയറക്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തെടുക്കാം? I is equal to PIT. So that means 10,000 into 0.10 into 4. 10,000 into 0.1 into 4. That means 4,000. Compound interest കണ്ടുപിടിക്കുന്ന ഫോർമുല P into 1 plus I the whole raised to n minus 1. So that means 10,000 into 1.10 raised to 4 minus 1. ഒറ്റയടിക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. 1.1 into 2 times 3 4 minus 1 into 10,000 4,641. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എത്രയാണ്? 641. 4641 minus 4,000 എത്രയാണ്? എക്സാക്ട്ലി 641 is the right answer. 641. Okay, then next question. How much will rupees 25,000 amounts to in 2 years at compound interest rate if for the successive years are 4% then 5%? ഇതേപോലുള്ള ക്വസ്റ്റൻ നമ്മൾ കഴിഞ്ഞ RTPയിലും MTPയിലും ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. സോ ദാറ്റ് മീൻസ് ഇങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്താണ്, ഓരോ പീരീഡ് കഴിയുമ്പോൾ ഓരോ കൺവേർഷൻ പീരീഡ് കഴിയുമ്പോഴും കിട്ടുന്ന എമൗണ്ട് ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ട് വരുന്ന അത് ഹൈക്ക് ചെയ്തിട്ടാണ് അടുത്ത പീരീഡിലേക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഉണ്ട് ഇങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ഓരോ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നാൽ നമുക്കൊരു ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്യാം. അക്യൂമുലേറ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് വാല്യൂ ആഫ്റ്റർ 2 years നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നേരെ 25,000 പ്ലസ് 4% പ്ലസ് 5% ഡയറക്റ്റ് എടുക്കുക. അതായത് ആദ്യത്തെ വർഷം 4% വെച്ച് കോമ്പൗണ്ട് ചെയ്തു, അത് ഉൾപ്പെടെ ആഡ് ചെയ്ത് ആ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ആഡ് ചെയ്തതിനെയാണ് പിന്നീട് എന്ത് ചെയ്തു 5% കൊണ്ട് കോമ്പൗണ്ട് ചെയ്ത് ആഡ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരുന്ന കേസിൽ നേരെ എന്ത് ചെയ്യുക? 25,000 പ്ലസ് 4% പ്ലസ് 5%. ടു ആൻസർ 27,300. ഇങ്ങനെ ചെയ്യാവുള്ളൂ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അല്ലാതെ അത് 4% അക്യൂമുലേറ്റ് എമൗണ്ട് P into 1 plus I the whole raised to n കണ്ടുപിടിച്ച് ആ വാല്യൂവിനെ വീണ്ടും P into 1 plus I ഐയുടെ സ്ഥാനത്ത് P 0.05 ഇട്ട് കൊടുത്തിട്ട് the whole raised to 1 എന്ന് കണ്ടുപിടിച്ച് സമയം കളയരുത്. നേരെ ഇങ്ങനെ വരുന്ന സെനാരിയോയിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബി കറക്റ്റ് ആണ്. Then next question. The value of furniture depreciates by 10% a year if the present value of furniture in an office is 21,870. Calculate the value of furniture 3 years ago. 3 വർഷം മുന്നേ ഉള്ള വാല്യൂ ആണ്. സോ ദാറ്റ് മീൻസ് ഡിപ്രീസിയേഷൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല എന്താണ്? ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ഇസ് ഈക്വൽ ടു C ഇൻറ്റു 1 മൈനസ് I ദ ഹോൾ റേഷ്യോ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. സോ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 21,870 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 വർഷം മുന്നേ ഉള്ള വാല്യൂ, ദാറ്റ് മീൻസ് 3 വർഷം മുന്നേ ഉള്ള വാല്യൂ ആണ് എന്താ ആക്ച്വൽ കോസ്റ്റ്. അത് ഡിപ്രീഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ആണ് ഇപ്പോഴത്തെ വാല്യൂ ആയിട്ടുള്ള 21,870. 21,870 is equal to C into 1 minus 0.10 raised to 3. That means C ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുക. 0.9 into equal 2 times 3 നേരെ M plus ചെയ്യുക. 21,870 divided by MRC equal എക്സാക്ട്ലി എത്ര കിട്ടും? 30,000. ചോയ്സ് A 30,000. ഇവിടെ നോർമലി C ആയിട്ട് എടുക്കുന്നതാണ് സ്റ്റുഡൻസ്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് വായിക്കണം. ജസ്റ്റ് ഫിഗർ കണ്ട ഉടനെ വാല്യൂലേക്ക് ഇട്ട് കൊടുക്കരുത്. എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? ഇപ്പോഴത്തെ വാല്യൂ 21,870. 3 വർഷം മുന്നേ ഉള്ള വാല്യൂ, ദാറ്റ് മീൻസ് 3 വർഷം മുന്നേ ആണ് അത് പർച്ചേസ് ചെയ്തത്. അന്നാണ് നമുക്ക് ആക്ച്വൽ കോസ്റ്റ്. ഓരോ വർഷവും ഡിപ്രീഷിയേറ്റ് ചെയ്ത് വന്ന ഇപ്പോഴത്തെ വാല്യൂ ആണ്, ദാറ്റ് മീൻസ് ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ആണ് 21,870. ദെൻ നമ്മൾ കോസ്റ്റ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ് കണ്ടുപിടിച്ചു 30,000. ക്ലിയർ? Then next one.
the effective rate of interest does not depends upon ആൻസർ പറയാവോ? the effective rate of interest does not depends upon amount of principal, amount of interest, number of conversion periods, none of these. ആരെങ്കിലും ഒന്ന് ആൻസർ പറയാവോ? effective rate of interest E equal to ഫോർമുല എന്താണ്? 1 plus I the whole raised to n minus 1 into 100 അല്ലേ? സോ ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഒരു ഇത് വരുന്നത്. എമൗണ്ട് ഓഫ് പ്രിൻസിപ്പൽ ഇത് പറയാം, ദെൻ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു വർഷം ഇത്ര ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ദാറ്റ് മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അത് ആക്ച്വലി എന്താണ്? എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ. സോ ഒന്നിൽ കൂടുതൽ തവണ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് വേണം, മസ്റ്റായിട്ട് വേണം. സോ ദാറ്റ് മീൻസ് എന്ത് മാത്രമാണ് നമുക്ക് വേണ്ടാത്തത്? ഡിപ്പെൻഡ് ചെയ്യാത്തത് എമൗണ്ട് ഓഫ് പ്രിൻസിപ്പൽ. ഒബ്വിയസ്ലി ഈ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻഡയറക്റ്റ് ആയിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. കൺവേർഷൻ പീരീഡ് നമുക്ക് വേണം. സോ ദാറ്റ് മീൻസ് എമൗണ്ട് ഓഫ് പ്രിൻസിപ്പൽ ആണ് നമുക്ക് എന്തായിട്ട് വരാത്തത്? എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആകാത്ത അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാത്തത്. ക്ലിയർ? ഓക്കെ, കറക്റ്റാണ് പ്രിൻസിപ്പൽ. ദെൻ ചോയ്സ് എ പറഞ്ഞിരിക്കുന്നു, കറക്റ്റാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PI square is equal to 96 and R is equal to 8%. R എന്ന് ഉദ്ദേശിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദാറ്റ് മീൻസ് I ആണ്. നമുക്ക് PI സ്ക്വയർ എന്ന മെറ്റീരിയൽ നമുക്ക് ഫോർമുലയും നമുക്കറിയാവുന്നതാണ്. സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസിൽ തന്നെ R എന്നും കൊടുക്കാറുണ്ട്. ദാറ്റ് മീൻസ് R അല്ലെങ്കിൽ R കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന I തന്നെയാണ് 8% അല്ലെങ്കിൽ 0.08. സോ ദാറ്റ് ഇംപ്ലൈസ് P into 0.08 square equal to 96. That implies P equal to നേരെ ഒറ്റ സ്ട്രെച്ചിൽ കാൽക്കുലേറ്റ് ചെയ്യുക. 0.08 ഇൻറ്റു കാൽക്കുലേറ്റ് ചെയ്യാൻ നേരെ അത് M plus 96 ഡിവൈഡഡ് ബൈ MRC റൈറ്റും 15,000. Okay, then next question. A bank pays 6% interest compounded quarterly. What equal deposit have to be made at the end of each quarter? For 3 years. If you want to have rupees 1,500 at the end of 3 years. ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. 1,500 എന്നാണ് വേണ്ട? ഇന്നാണോ? 3 വർഷത്തിന് ശേഷം. ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി ഫ്യൂച്ചർ വാല്യൂ. അതിനുവേണ്ടി സിംഗിൾ പേയ്മെൻ്റ് ആണോ? അല്ല, ഓരോ ക്വാർട്ടറിൻ്റെയും എൻഡിൽ ഞാൻ പേ ചെയ്യും. ക്വാർട്ടറിൻ്റെ എൻഡിൽ ഈക്വൽ എമൗണ്ട് പേ ചെയ്യാൻ മീൻസ് ആനുവിറ്റി റെഗുലർ. സോ ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ എങ്ങനെ മാറി? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ ഫോർമുല എങ്ങനെ എടുക്കാം നമുക്ക്? A into 1 plus I the whole raised to n minus 1 divided by I. നോക്കാം, നമുക്കിവിടെ IUN തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് കറക്റ്റായിട്ട് IUN നമുക്ക് എടുക്കണം. 6% per annum compounded quarterly. So that means I equal to 0.06 divided by 4. 0.06 divided by 4. I is equal to 0.06. 0.015. എന്നോ ഉണ്ടോ? ഒരു വർഷം 4 ക്വാർട്ടേഴ്സ് ഉണ്ട്, അങ്ങനെ 3 വർഷം. ദാറ്റ് മീൻസ് 3 into 4 12. നേരെ ഇട്ട് കൊടുക്കുക. 1,500 lakh. ഫ്യൂച്ചർ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 1,500 ഈസ് ഈക്വൽ ടു A ഇൻറ്റു, അതാണ് A ആണ് കണ്ടുപിടിക്കേണ്ടത്, 1.015 raised to 12 minus 1 divided by 0.15. കാൽക്കുലേറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുക. M plus യൂസ് ചെയ്യുക. ദെൻ ഡിവൈഡ് ചെയ്യുക. MRC യൂസ് ചെയ്ത് ഒറ്റയടിക്ക് ആൻസറിലേക്ക് വരിക. ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്പ് എഴുതി സമയം കളയരുത്.
1.015 into equal to 2 times 3 4 5 6 7 8 9 10 11 12 minus 1 divided by 0.015 equal to m plus 1500 divided by MRC equal. Right answer 115.019. നമ്മുടെ ചോയ്സിലേറ്റവും അടുത്ത് വരുന്നത് 115.01. 115 ഓരോ ക്വാർട്ടറിലും 115 രൂപ 1 പൈസ 0.01 സോറി 115.01 ഓരോ ക്വാർട്ടറിലും ഇട്ടിട്ടാണ് 3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 12 ക്വാർട്ടർ കഴിയുമ്പോൾ എന്താണ് ഫ്യൂച്ചർ വാല്യൂ നമുക്ക് 1500 കിട്ടുന്നത്. ക്ലിയർലേ? ദെൻ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ആൻ ആനുവിറ്റി. ഒബ്വിയസ്ലി ക്വസ്റ്റനിൽ തന്നെ പറഞ്ഞിരിക്കുന്നു പ്രസന്റ് വാല്യൂ ഓഫ് ആൻ ആനുവിറ്റി which pays 200 at the end of each 3 months for 10 years, assuming money to be worth 5% converted, that means compounded quarterly. So present value of annuity regular, present value of annuity regular, present value of annuity regular, present value of annuity regular. Formula ഏത് യൂസ് ചെയ്യാം? V is equal to A into PNI. നമുക്ക് A അറിയാം 200, P N എത്രയാണ്? 3 months വെച്ചിട്ട് 10 years, that means quarterly ആണ് payments. 10 years means 40. I എത്ര വരും? I 0.05 divided by 4 divided by 4. 0.05 divided by 4, 0.0125, 0.0125. So that means 200 into 1 divided by 1.0125. നമ്മുടെ calculator can see equal to 3 times 40 times, then GT 1 divided by 1.0125, 1 2 3 4 5 6 7 8 9 10 11 12 13 14 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. Then GT അടിക്കുക into 200. Right answer 6265.386A663. So ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 6265.38. ഓക്കെ അല്ലേ? Then next one. Mr. A borrows rupees 50,000 to buy a house. If he pays equal installments for 20 years at 10% on outstanding balance, what will be the equal annual installments? So borrowing equal to payment, that means borrowing in the case നമ്മൾ എന്തിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് എടുക്കുന്നത്? പ്രസൻറ്റ് വാല്യൂ. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് 20 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് 20 years എന്നാണ്. ഈ പേയ്മെൻറ്റ് ഇന്ന് തുടക്കത്തിലാണെന്ന് പറയാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കുള്ളൂ? ആനുവിറ്റി റെഗുലർ. അസംഷൻ ആണ് ഫസ്റ്റ് ഇയർ എൻഡില. പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. സോ നമുക്ക് എങ്ങനെ എഴുതാം? V is equal to A into PNI. സോ നമുക്ക് V തന്നിട്ടുണ്ട് എത്രയാണ്? 5 lakhs. ഇന്ന് ലോൺ എടുക്കുന്ന എമൗണ്ട്, ഇന്ന് കിട്ടുന്ന എമൗണ്ട് 5 lakhs. സോ ഈക്വൽ A ആണ് കണ്ടുപിടിക്കുന്നത്. P20 then 0.10. That means 5 lakhs is equal to A into 1 divided by 1.10 equal to 20 times GT, equal to 20 times then GT. Okay, 1 divided by 1.1, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 then GT M plus A 5 lakh divided by MRC equal so no 58,729.81.
ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 58,729.84. 58,729.84. Okay, then next question. A company establishes a sinking fund. Sinking fund obviously എന്താണ് ഇത്ര വർഷത്തിന് ശേഷം ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് പേയ്മെൻറ്റ് ഫോർ 2 lakh ഡെപ്റ്റ് മെച്യൂറിംഗ് ഇൻ 20 years. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ നമ്മൾ റെഗുലർ ബാച്ചിൽ ചോദിച്ചിട്ടുള്ളതാണ്. കോൺട്രിബ്യൂഷൻ ടു ദ ഫണ്ട് ആർ ടു ബി മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് എവരി ഇയർ. Made at the end of every year. That means future value of annuity regular. 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 So future value എന്നിട്ട് നമുക്ക് എത്രയാണ് 2 lakhs is equal to A into 1.05 raised to 20 minus 1 divided by 0.05. A കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. കാൽക്കുലേറ്ററിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 1.05 into equal 2 times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 minus 1 divided by 0.05 equal അടിക്കുക m plus 2 lakh divided by MRC equals 6,048.517. That means നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 6,049. 6,049. 6,049. 6,049. Then next question. Suppose your mom decided to gift you rupees 10,000 every year starting from today for the next 16 years. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്പ്യൂട്ട് നമ്മുടെ ക്ലാസ്സിൽ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അത് മാറ്റിയിട്ട് എക്സാക്ട്ലി 15 എന്നുള്ള മാറ്റിയിട്ട് എക്സാക്ട്ലി നെക്സ്റ്റ് 16 ഇയേഴ്സ് എന്ന് തന്നെ തന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് ടോട്ടൽ 16 പേയ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ബിക്കോസ് നമുക്കിവിടെ P15 0.085 തന്നിരിക്കുന്നു. നമുക്ക് നോക്കാം. You deposit this amount in a bank as and when you receive and get 8.5% interest compounded annually. What is the present value of this annuity? So present value of starting from today ആണ് every year starting from today. Present value of annuity due. Annuity due ന്റെ present value കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തായിരുന്നു? B is equal to A into P, A into P n minus 1 I plus A. So നോക്ക, that means A into P n minus 1 I plus 1. That means A എത്രയാണ് 10,000 into P n minus 1. n ഇവിടെ എത്രയാണ്? ടോട്ടൽ 16 പേയ്മെൻറ്റ്സ് ആണ്. സോ n minus 1 എത്ര വരും? 15 വരും. സോ P 15 IO 0.085 8.5% എന്ന് പറഞ്ഞാൽ 0.085 പ്ലസ് 1. ഇവിടെ നോക്കിയാൽ അറിയാം. നമുക്ക് എക്സാക്ട്ലി ഉണ്ടോ ഈ വാല്യൂ ക്വസ്റ്റ്യനിൽ ഗീവൺ ആണ്. നേരെ ഇട്ട് കൊടുക്കുക. That means നമുക്ക് എന്ത് വരും? 10,000 into 8.304236 plus 1. That means എത്ര വരും? 9.304236 into 10,000. നമുക്ക് എത്ര കിട്ടും? 93,042 പോയിന്റ് സംതിങ് ഉണ്ട്. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 93,042. എക്സാക്ട്ലി സെയിം ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്തത്. ബട്ട് ഫോർ ദ നെക്സ്റ്റ് 15 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്പ്യൂട്ട് ഉണ്ട് എന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. പണ്ട് എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ദെൻ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ്, നമ്മുടെ 4th ചാപ്റ്റർ കഴിഞ്ഞു. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ബൈ ചൂസിങ് the vertices of a vertex from a set of 12 points, 7 of which lie on the same straight line. So ഇവിടെ നമുക്ക് ടോട്ടൽ 12 ആണ്, n 12 ആണ്, 7 of lie on the same straight line. P equal to 7 എടുക്കാം. So number of triangles നമുക്ക് ഏത് ഷോർട്ട്കട്ട് ഫോമിൽ എടുക്കാം? NC3 minus PC3, 12C3 minus 7C3, 12C3.
12 factorial divided by 3 factorial into 9 factorial വരും 220 വരും 7C3 35 ആണ് 220 minus 35 185 എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? ഓർത്ത് വെക്കേണ്ട ഷോർട്ട് കട്ട് ഫോർമുല n പോയിന്റ്സ് ഉണ്ട്. അതിൽ p ഓഫ് ദം കൊളീനിയർ ആണെങ്കിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വിൽ ബി NC3 മൈനസ് PC3. ദ നെക്സ്റ്റ് വൺ, ഇത് നമ്മൾ എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. A boy has 3 library tickets and 8 books of his interest in the library. Of these 8, he does not want to borrow mathematics part 2 unless mathematics part 1 also borrowed. In how many ways can he choose 3 books to be borrowed? എന്നാണ് പറയുന്നത്. അയാൾക്ക് 8 ബുക്ക് ഉണ്ട്, 8 ബുക്സ്. ഇത്രയാണ് 3 ലൈബ്രറി ടിക്കറ്റ്സ്, 8 ബുക്സ് ഇൻ ഹിസ് ഫേവർ. സോ ഇതിൽ നമുക്കൊന്ന് എടുക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് പാർട്ട് 1, മാത്തമാറ്റിക്സ് പാർട്ട് 2, അങ്ങനെ 2 ബുക്ക്, അത് കൂടാതെ 6 ബുക്സ് എന്നെടുക്കാം. നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? മാത്തമാറ്റിക്സ് പാർട്ട് 2 എടുക്കണമെങ്കിൽ എന്തുകൂടെ എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തുകൂടെ സെലക്ട് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബോറോ ചെയ്തേ പറ്റുള്ളൂ മാത്തമാറ്റിക്സ് പാർട്ട് 1. ദാറ്റ് മീൻസ് പാർട്ട് 1ൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് പാർട്ട് 2 എന്ന രീതിയിൽ എടുക്കാൻ നോക്കാം. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? നമുക്ക് 2 രീതിയിലാണ്. ഇഫ് കേസ് 1 ആയിട്ട് മാത്തമാറ്റിക്സ് പാർട്ട് 2 ബോറോഡ്, ദാറ്റ് ഇംപ്ലൈസ് എന്താണ്? മാത്തമാറ്റിക്സ് പാർട്ട് 1 ഓൾസോ ബോറോഡ്. നമുക്ക് അതായത് 2 ബുക്ക് എടുത്തു കഴിഞ്ഞു, പാർട്ട് 2 എടുത്തിട്ടുണ്ടെങ്കിൽ പാർട്ട് 1 എടുത്തു എന്നാണ് മീനിങ്. 2 ടിക്കറ്റ് കൊടുത്തു, 2 ബുക്ക് എടുത്തു. ഇനി മിച്ചം എത്ര ടിക്കറ്റ് ഉണ്ട്? 1 ടിക്കറ്റ് ഉണ്ട്, 2 ബുക്സ് ഉണ്ട്. ഇതെടുത്തു, 3 ടിക്കറ്റിൽ നിന്ന് 2 എണ്ണം കൊടുത്തു, ഈ 2 ബുക്ക് എടുത്തു. ഇനി മിച്ചം എത്രയുണ്ട്? 6 ബുക്ക് ഉണ്ട്, അതിൽ നിന്ന് 1 ടിക്കറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് എനിക്ക് 1 ബുക്ക് സെലക്ട് ചെയ്യാം. സോ നമ്പർ ഓഫ് സെലക്ഷൻ വരും 61. ബിക്കോസ് നമുക്ക് മാത്സ് പാർട്ട് 1 പാർട്ട് 2 രണ്ട് ടിക്കറ്റ് കൊടുത്ത് 2 ബുക്ക് എടുത്തു. 61. ദാറ്റ് മീൻസ് എത്രയാണ്? 6 ഓർ മീൻസ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ് ഓർ ഇംപ്ലൈസ് അഡീഷൻ. കേസ് 2 എനിക്ക് എന്ത് വേണ്ട? മാത്തമാറ്റിക്സ് പാർട്ട് 2 നോട്ട് ബോറോഡ്. സോ ബോറോ ചെയ്തിട്ടില്ല, മാത്തമാറ്റിക്സ് പാർട്ട് 2 ബോറോ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. ദാറ്റ് മീൻസ് ഇവിടെയാണ് സ്റ്റുഡൻസ് ഒരു മിസ്റ്റേക്ക് വരുന്നത്. പാർട്ട് 2 എടുക്കുന്നില്ലെങ്കിൽ പാർട്ട് 1 വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, പാർട്ട് 1 മാത്രമായിട്ട് എടുക്കാം. ക്വസ്റ്റ്യനിൽ എവിടെയും പാർട്ട് 1 മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. ദെയർഫോർ നമുക്ക് എന്താണ്? 8 ബുക്ക് ഉണ്ട്, അതിലൊരു ബുക്ക് മാത്തമാറ്റിക്സ് പാർട്ട് 2 മാത്രം വേണ്ട. റിമൈനിങ് 7 ബുക്സ്, നമ്പർ ഓഫ് സെലക്ഷൻസ് ഈക്വൽ ടു റിമൈനിങ് 7 ബുക്സ്. അതിലെന്താണ്? 3 ടിക്കറ്റ് ഉണ്ട്, എനിക്ക് 3 ബുക്സ് സെലക്ട് ചെയ്യാം. 7C3 മീൻസ് 35 ഓർ ഇംപ്ലൈസ് പ്ലസ് 6 പ്ലസ് 35 എത്രയാണ്? 41 വേസിൽ എനിക്ക് ബുക്സ് സെലക്ട് ചെയ്യാം. 41 വേസ്, 41. ഓക്കെ, എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടാണ്. കണ്ടീഷനും എല്ലാം സെയിം. ദെൻ നെക്സ്റ്റ് വൺ, ഇത് നമ്മൾ എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ആൻ എക്സാമിനേഷൻ പേപ്പർ കൺസിസ്റ്റ് ഓഫ് 12 ക്വസ്റ്റ്യൻസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. 12 ക്വസ്റ്റ്യൻസ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എയിൽ 7 ക്വസ്റ്റ്യൻസ്, പാർട്ട് ബിയിൽ 5 ക്വസ്റ്റ്യൻസ്. എ കാൻഡിഡേറ്റ് ഈസ് റിക്വയർഡ് ടു അറ്റംപ്റ്റ് 8 ക്വസ്റ്റ്യൻസ്. എത്രയാണ്? 8 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 3 ഫ്രം ഈച്ച് സൈഡ്. മിനിമം 3 ക്വസ്റ്റ്യൻസ്. അതായത് പാർട്ട് എയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ പാർട്ട് ബിയിൽ നിന്ന് എത്രയായിരിക്കും? 5 ആയിരിക്കും. പാർട്ട് എയിൽ നിന്ന് 4 ആണെങ്കിൽ ഇവിടെ 4. പാർട്ട് എയിൽ നിന്ന് 5 ആണെങ്കിൽ ഇവിടെ 3. പാർട്ട് എയിൽ നിന്ന് 6 പറ്റുമോ? ഇല്ല. 6 എടുക്കുകയാണെങ്കിൽ പാർട്ട് ബിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആയി പോകും. അറ്റ്ലീസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് പാർട്ട്. മിനിമം 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിരിക്കണം. മിനിമം 3 ക്വസ്റ്റ്യൻസ്. ദെയർഫോർ നമുക്കിത് എങ്ങനെ ഒരു കോമ്പിനേഷൻ നൊട്ടേഷനിൽ എഴുതാം? ഇവിടെ നോക്കിയാൽ 7ൽ നിന്ന് 3. That means 7C3 into 5C5 or means plus. എങ്ങനെ എഴുതാം? 7C4 into 5C4, 7C5 into 5C3. So 7C3 എത്രയാണ്? 35 ആണ്. 5C5 എന്ന് പറയുന്നത് 1 ആണ്. So that means 35 plus 7C3 തന്നെയാണ് 7C4. NCR is equal to NCN minus R. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 35 into 5C4 എന്ന് പറഞ്ഞാൽ 5C1 ആണ്, 5 ആണ്. വരും 35 into 5
175. 7C5 എന്ന് പറഞ്ഞാൽ 7C2 ആണ് 21. 5C3 എന്ന് പറയുന്നത് 5C2 ആണ് 10 equal to 210. So 210 plus 210 420. is the right answer. Exactly same question. Regular batch solve cheyidittundu. Then next question. In how many ways the letters of the word failure arranged so that consonants may occupy only odd position? F, A, I, L, U, R, E. So നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കൺസണൻസ് വരുന്നത് എഫ് എൽ ആർ, ബാക്കിയെല്ലാം എന്താണ്? വോവൽസ് ആണ്. സോ ഫെയിലിയർ മൊത്തം എത്ര ലെറ്റേഴ്സ്? 1 2 3 4 5 6 7. സോ ദാറ്റ് മീൻസ് ടോട്ടൽ 7 പൊസിഷൻ. n is equal to 7. n 7 വന്നു കഴിഞ്ഞാൽ 4 ഓഡ് പൊസിഷൻസ്, 3 ഈവൻ പൊസിഷൻസ്. നോക്കുക, കൺസണൻസ് എവിടെ ഒക്യുപ്പൈ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കൺസണൻസ് ഒക്യുപ്പൈ ഇൻ ഓഡ് പൊസിഷൻസ്. സോ നമുക്ക് 4 ഓഡ് പൊസിഷൻ ഉണ്ട്, 3 കൺസണൻസ് ഉണ്ട്. എത്രയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? 4p3. ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് 4 നമ്മൾ 3 പൊസിഷൻസ്, ദെൻ റിമൈനിങ് 4 പൊസിഷൻസ്, 4 വോവൽസ്. എത്രയിൽ അറേഞ്ച് ചെയ്യാം? 4p4. 4p3 എന്ന് പറയുന്ന n എന്ന് പറയുന്നത് np(n-1) ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ 24 into 24, 576. 576 is the right answer. 576. Then next question. In how many ways can a party of 4 men and 4 women seated at a circular table? So that means എന്താണ്? Circular table. Linear permutation ആണോ circular permutation ആണോ? Circular permutation ആണ് with restriction. No 2 women are adjacent. So that means circular ആദ്യം ആരെ അറേഞ്ച് ചെയ്യണം? മെന്നിനെ അറേഞ്ച് ചെയ്യണം. 1 2 3 4. സോ സർക്കുലാറിൽ 4 മെന്നിനെ എത്രയിൽ അറേഞ്ച് ചെയ്യാം? 4 - 1 ഫാക്ടോറിയൽ. സർക്കുലാറിൽ 4 മെന്നിനെ അറേഞ്ച് ചെയ്യാൻ എത്ര പൊസിഷൻസ് അവൈലബിൾ ആകും? എക്സാക്ട്ലി 4 പൊസിഷൻ. അവിടേക്ക് 4 വുമൺ. സോ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ 6 into 24. 24 into 6 144. 144. 144. Okay. Then next question. So നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട് ഫോർമുല, 2 ഷോർട്ട് കട്ട് ഫോർമുലയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ ഇവിടെ എസ് എൻ കണ്ടുപിടിക്കാൻ എക്സ് പ്ലസ് എക്സ് 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 പ്ലസ് എക്സ് 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 പ്ലസ് എക്സെട്ര എൻ ടേംസ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫോർമുല എസ് എൻ ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 81 ഇൻറ്റു 10 റൈസ് ടു n plus 1 minus 9n minus 10. Then ഇതേപോലെ തന്നെ equal to 0.x 0.xx plus 0.xxx plus etc. n terms. ഇവിടെ യൂസ് ചെയ്യുന്ന ഫോർമുല x divided by 81 into 9n minus 1 plus 10 raised to minus n. ഇവിടെ നമുക്ക് കണ്ടോ, നമുക്ക് ഇത് നേരെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ചോയ്സിൽ ഏത് സ്യൂട്ട് ആകുമെന്ന് കണ്ടുപിടിക്കാം. എക്സ് കൊണ്ട് അകത്തേക്ക് എക്സിന് സ്ഥാനത്ത് ഇവിടെ എത്രയാണ്? 5 ആണ്. സോ 5 ഡിവൈഡഡ് ബൈ 81 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 81 ഇൻറ്റു 9n മൈനസ് 5 ഡിവൈഡഡ് ബൈ 81 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 81 10 റൈസ് ടു മൈനസ് n. ആ ഒരു ഫോർമാറ്റിലില്ല. നമുക്ക് എങ്ങനെ എഴുതാം? 10 റൈസ് ടു മൈനസ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 1 ബൈ 10 റൈസ് ടു n. സോ ദാറ്റ് മീൻസ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5n ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 ബൈ 81. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 5 ഇൻറ്റു 81 1 ബൈ 10 ദ ഹോൾ റൈസ് ടു n. സോ ദാറ്റ് മീൻസ് 5n മൈനസ് 5n ഡിവൈഡ് ബൈ 9 5 ഡിവൈഡ് ബൈ 81 5 പ്ലസ് 5 ഡിവൈഡ് ബൈ 81 0.10 raised to n. ഇതിനാണ് സ്യൂട്ട് ആകുന്ന ചോയ്സ് ഏതെന്ന് നോക്കാം. 5n ഡിവൈഡ് ബൈ 9
അതെല്ലാത്തിനകത്തുണ്ട്. ദെൻ -5 ആണ് വരുന്നത്. ഇവിടെ നോക്കുക, ഇത് പ്ലസ് ആണ് വരുന്നത്. -5 ഡിവൈഡ് ബൈ 81 ഇൻറ്റു 1 എന്ന് പറയുന്നത് -5/81 കിട്ടും. ദെൻ ആ മൈനസ് കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആണ്, +5/81.1 the whole raised to n. So that means choice B is the right answer. Choice B. Choice B. Okay. Then exactly നമ്മൾ ഡിസ്കസ് ചെയ്ത ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്തു ആൻസറിലേക്ക്. സോ 3 ടേംസ് ആർ എൻ എ പി. ദാറ്റ് മീൻസ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഡെഫിനിഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. 3 ടേംസ് എ പിയിലാണെങ്കിൽ മിഡിൽ ടേം x+1, then 3x, then 4x plus 2. So middle term arithmetic mean ആയിരിക്കും. Arithmetic mean means ബാക്കി രണ്ട് ടേംസിന് sum divided by number of terms 2. x plus 1 plus 4x plus 2 divided by 2. 3x is equal to 5x plus 3 divided by 2. Cross multiply ചെയ്യുമ്പോൾ 6x is equal to 5x plus 3. That implies 5x അപ്പുറം പോകുമ്പോൾ x is equal to 3. x is equal to 3. Okay, then next one. The fourth term of AP is 3 times the first, and the seventh term exceeds twice the third term by 1. Exactly same question നമ്മൾ regular batch ചെയ്തിട്ടുള്ളതാണ്. Fourth term of AP okay, എഴുതാം a plus 3d is equal to 3 times the first term. That means 3a. Then equation 1 കൊടുത്തു, and seventh term, that means a plus 6d exceeds twice the third term 2 into a plus 2d plus 1. So that means നമുക്ക് രണ്ട് equation a plus 3d equal to 3a, then a plus 6d equal to 2a plus 4d plus 1. d terms 6d ഈ 4d ഇപ്പുറേ കൊണ്ടുവന്നാൽ 2d വരും, വന്നാൽ a. That means 2d is equal to ഈ a ഇപ്പുറേ വരുമ്പോൾ മൈനസ് a ആകും, a plus 1. ഇതിന് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. then ഇത് സോൾവ് ചെയ്യാൻ നിൽക്കാതെ നേരെ എന്ത് ചെയ്യുക, ചോയ്സ് മെത്തേഡ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നോക്കി എക്ക് 3 ജസ്റ്റ് ഇട്ട് കൊടുത്തു, എക്ക് 3 ഡിക്ക് 2. ദാറ്റ് മീൻസ് 3 പ്ലസ് 6 9 ആണ്, 3 ഇൻറ്റു 3 9 വരും. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ കൂടി ഇട്ട് കൊടുക്കുക, ഡിക്ക് 2 ഇട്ട് കൊടുക്കുമ്പോൾ 4, 3 എക്ക് 3 ഇട്ട് കൊടുക്കുമ്പോൾ 3 + 1 4. നേരെ എന്ത് ചെയ്യാം, നമുക്ക് ചോയ്സ് എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ സോൾവ് ചെയ്താലും ആൻസർ കിട്ടും, ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ സോൾവ് രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബെറ്റർ എന്താണ്, ചോയ്സ് മെത്തേഡിൽ ഒറ്റയടിക്ക് ആൻസറിലേക്ക് വരിക. ഇതാണ് നമ്മളിവിടെ സോൾവ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് വൺ. There are 40 students, 30 of them passed in English, 25 of them passed in maths, and 15 of them passed in both. Assuming that every student has passed in at least one subject, how many students passed in English only but not ഏതെങ്കിലും ഒന്ന് മാത്രം? നമുക്ക് ഏതാണ് നല്ലത്? വെൻ ഡയഗ്രം മെത്തേഡാണ് നല്ലത്. നമുക്ക് നോക്കാം. സോ ഇത് പാസ്ഡ് ഇൻ ഇംഗ്ലീഷ്, ഇത് ഇംഗ്ലീഷ്, ഇത് മാത്സ് എടുക്കാം. സോ ഇംഗ്ലീഷിന് മൊത്തത്തിൽ പാസ്സായ എത്രയുണ്ട്, 30 സ്റ്റുഡൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇത് മൊത്തത്തിൽ എത്രയുണ്ട്, 30 ഉണ്ട്. അതിൽ നിന്ന് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 15 ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി ഇന്ന് ടോട്ടലിൽ നിന്ന് ഈ കോമൺ ആയിട്ട് വരുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, എക്സാക്ട്ലി 15. നമുക്ക് അടുത്ത അറിയ പോലും വേണ്ട, ഇവിടെ 25 ആണ്, ഇവിടെ ടോട്ടൽ 25 ആണ്, 10 ആയിരിക്കും. എക്സാക്ട്ലി നമുക്ക് 15 പ്ലസ് നോക്കിയാൽ അറിയാം, 15 പ്ലസ് 15 30 പ്ലസ് 10 എക്സാക്ട്ലി 40 കിട്ടി. അതിൻ്റെ ഒന്നും നമുക്ക് മാത്സിൻ്റെ ഏരിയ പോലും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷ് പാസ്സായ മൊത്തം 30 പേരുണ്ട്, ഇംഗ്ലീഷ് മാത്സോടെ പാസ്സായ 15 പേരുണ്ട്. ദാറ്റ് മീൻസ് ഇംഗ്ലീഷ് മാത്രം പാസ്സായ എത്ര ആയിരിക്കും, ടോട്ടലിൽ നിന്ന് 15 കുറയ്ക്കുക. 30 - 15 ഈക്വൽ ടു 15. 13 - 15 is equal to 15. Then next question. If A equal to set 1 2 3 4 5, B equal to set 2 4, C equal to 1 3 5, A equal to set 1 2 3 4 5, B equal to set 2 4,
C equal to set 1, 3, 5. നമുക്ക് വേണ്ടത് A minus C cross B. A minus C means എന്താണ്? എയിലുള്ളതും സിയിലില്ലാത്തതും. എയിലുള്ളതും സിയിലില്ലാത്തതും. നമുക്ക് ഏതൊക്കെ കളയാം? 3, 5, 5. That means A minus C. A minus C എന്ത് വരും? സെറ്റ് 2, 4. So set 2, 4. വീണ്ടും 2, 4 ആയിട്ടുള്ള ക്രോസ് പ്രോഡക്റ്റ്. Cross product means എന്താണ്? Ordered pair. First element should be from A minus C. That means 2, 2, 2, 4, 4, 2, 4, 4. Choice D is the right answer. Choice D is the right answer. Then next one. A equal to set 1, 2, 3. In the relation A equal to set 1, 2, 3. Relation R തന്നിരിക്കുന്നു. Ordered pair 1, 1 ഉണ്ട്. 2, 3, 2, 2, 3, 3, 1, 2. So നോക്കിയാൽ അറിയാം ordered pair 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്. Obviously reflexive ആണ്. Ordered pair 2, 3 ഉണ്ട്, ordered pair 3, 2 ഇല്ല. അതുകൊണ്ട് എന്തല്ല? സിമെട്രിക് അല്ല. Ordered pair 1, 2 ഉണ്ട്, 2, 3 ഉണ്ട്, ordered pair 1, 3 ഇല്ല. അതുകൊണ്ട് എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ഇത് എന്ത് മാത്രമാണ്? റിഫ്ലക്സീവ് മാത്രമാണ്. റിഫ്ലക്സീവ് മാത്രം. സോ ലാസ്റ്റ് ടൈം ഓൾസോ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് റിഫ്ലക്സീവും ട്രാൻസിറ്റീവ് ആകുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടുന്ന് സ്ഥിരമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. Then next one, the cost function. Exactly same question നമ്മൾ സോൾവ് ചെയ്തതാണ്. The cost function of a production X units commodity C of X equal to 2x cube minus 15x square plus 36x plus 15. 36x plus 15. So cost will be minimum. The minimum maximum കണ്ടുപിടിക്കാൻ നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. വരും 6x സ്ക്വയർ മൈനസ് 30x പ്ലസ് 36. അത് എന്തിനോട് ഇക്വേറ്റ് ചെയ്യുക? 0യോട് ഇക്വേറ്റ് ചെയ്യുക. സോ ദാറ്റ് മീൻസ് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എല്ലാം 6 കൊണ്ട് നമുക്ക് ഡിവിസിബിൾ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. സോ ഇവിടെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം? ഫാക്ടറൈസേഷൻ മെത്തേഡിൽ 6 1 ഇൻറ്റു 6 കോയിഫിഷ്യൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു കോൺസ്റ്റൻറ്റ് M6 രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? -5 കിട്ടണം. -2 -3 -2 -3. ദെൻ സൈൻ ചേഞ്ച് ചെയ്യുക. എത്ര കിട്ടും? 2 3. കോയിഫിഷ്യൻ ഓഫ് എക്സ് സ്ക്വയർ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി എക്സിൻ്റെ വാല്യൂ 2ഉം 3ഉം കിട്ടി. സോ എക്സ് ഇസ് ഈക്വൽ ടു 2 and 3. നേരെ നമുക്ക് എന്താണ്? എക്സിന് 2ഉം 3ഉം കിട്ടി. നമുക്ക് C ഡബിൾ ഡാഷ് എക്സ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് 12x minus 30. 12x minus 30 ബിക്കോസ് നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇതാണല്ലോ വരുന്നത്. നമുക്കിത് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് സിംപ്ലിഫൈ ചെയ്തത്. നമുക്ക് ഇതിനെയാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്? ഡെറിവേറ്റീവ് എടുത്ത് 12x minus 30. സോ നമുക്ക് നോക്കാം. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? -6 കിട്ടും. -6 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അതെന്താണ്? മാക്സിമം ആണ്. എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാലോ 36 - 30 6 ഗ്രേറ്റർ ദാൻ 0. ഇതാണ് എന്ത്? മിനിമം പോയിന്റ്. ദെർഫോർ നമ്മുടെ ആൻസർ എന്താണ്? എക്സ് ഈക്വൽ ടു 3 വരുമ്പോഴാണ്. മാക്സിമോ മിനിമോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുക, 0 ഇക്വേറ്റ് ചെയ്യുക. ദെൻ ആ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ വെച്ചിട്ട് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് 0ക്ക് താഴെയോ 0ക്ക് മുകളിലോ കിട്ടുന്ന അനുസരിച്ച് മാക്സിമോ മിനിമോ വാല്യൂ കിട്ടും. ഇവിടെ നമുക്ക് 2ഉം 3ഉം ഉണ്ട്. നമുക്ക് മിനിമം ആണ് ചോദിച്ചിരിക്കുന്നത്. ദെർഫോർ എന്ത് കിട്ടണം? നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ വാല്യൂ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത് ഗ്രേറ്റർ ദാൻ 0 കിട്ടണം മിനിമം കിട്ടാനായിട്ട്. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 3. ദെൻ ഇത് നമ്മൾ എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ റെഗുലർ ബാച്ചിൽ നമ്മൾ ചെയ്തിട്ടുള്ള സെല്ലർ മേക്സ് ആൻ ഓഫർ സെല്ലിംഗ്. അയാളുടെ സെയിൽസ് അയാൾ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 25 - 2y. എക്സ് പ്രൈസ്, എക്സ് എന്ന് പറഞ്ഞാൽ പ്രൈസ് മീൻസ് സെല്ലിംഗ് പ്രൈസ്, y നമ്പർ ഓഫ് യൂണിറ്റ്സ്. ദ കോസ്റ്റ് പ്രൈസ്, അതൊരു ആർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അയാൾക്ക് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് ₹10 per യൂണിറ്റ് ആണ്.
സോ ദാറ്റ് മീൻസ് നമുക്ക് എന്താണ് നോർമൽ ബിസിനസ് സ്റ്റുഡൻസ് എത്ര ചിലവായോ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ എടുക്കുക. 10 രൂപ ചിലവായി തിരിച്ച് മിനിമം 10 രൂപയെങ്കിലും കിട്ടണം, എങ്കിലേ നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്തൊരു സെനാരിയോ വരത്തുള്ളൂ. സോ ദാറ്റ് മീൻസ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് മിനിമം 10 എങ്കിലും കിട്ടിയാലേ. സോ നമ്മൾ 10 എന്നിട്ട് കൊടുക്കുകയാണ്. ബിക്കോസ് നമുക്ക് എന്താണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 10 റുപ്പീസ് ആയി, മിനിമം 10 എങ്കിലും കിട്ടിയാലേ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്നുള്ളൊരു സെനാരിയോയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. 25 minus 2y. That means 2y equal to 25 minus 10. Y is equal to 15 by 2, 7.5. 0.5 എടുക്കില്ല നമ്മൾ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 7.5 എന്നുള്ളത് മുകളിലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ 8 കിട്ടും. 8 യൂണിറ്റ്സ് കിട്ടും. ദാറ്റ് മീൻസ് ഇത് റൗണ്ട് ഓഫ് ചെയ്ത് y ഈക്വൽ ടു 8 എടുത്താൽ നമുക്ക് നോക്കാം. x is equal to 25 minus 2 into 8. That means 25 minus 16. x 9 കിട്ടും. ദാറ്റ് മീൻസ് ലോസിലേക്ക് പോകും. എനിക്ക് 10 രൂപ ചിലവായിട്ടുണ്ട്, ബട്ട് സെയിൽ ചെയ്യുമ്പോൾ എനിക്ക് എത്രയേ കിട്ടുള്ളൂ? 9 കിട്ടുള്ളൂ. ദെയർഫോർ നമ്മൾ എന്താണ് 7.5 പകുതിയായിട്ട് നമുക്ക് വിൽപ്പന പറ്റില്ല. ദെയർഫോർ നമുക്ക് എന്തിനൊക്കെ വരും? താഴേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. ആൻസർ 7. നമുക്ക് ചോദിച്ചിരിക്കുന്നത് മാക്സിമം ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി ഓഫേർഡ് ഇൻ എ സിംഗിൾ ഡീൽ ടു അവോയ്ഡ് ലോസ്. സോ 6 ആണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, ബട്ട് മാക്സിമം ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി ഓഫേർഡ് ഇൻ എ സിംഗിൾ ഡീൽ ടു അവോയ്ഡ് ലോസ് എത്രയാണ്? എക്സാക്ട്ലി 7 ആണ് വരുന്നത്. ദെൻ next question, integration question, integral x into e raised to x dx. Integration by parts. നമുക്ക് ഓർഡർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ഓർഡർ ഉണ്ട്. ഐലേറ്റ് റൂൾ. സോ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ സെക്കൻഡ് ആണ് വരേണ്ടത്. ഓൾജിബ്രൈക് ഫംഗ്ഷൻ കഴിഞ്ഞാണ് ഓർഡർ കറക്റ്റ് ആണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു എക്സ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സിനാണ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ. That means x into e raised to x minus e raised to x integral again e raised to x plus c. നമുക്ക് e raised to x കോമൺ എടുത്താൽ x minus 1 plus c. ഇതുവരും x minus 1 into e raised to x plus c. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. സോ ഇത്രയാണ് നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സ് പോർഷൻ വരുന്നത്. ലോജിക്കൽ റീസണിങ് പോർഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓൾറെഡി അപ്ലോഡാണ്. വിഷ്ണു സാറ് ഡിസ്കസ് ചെയ്ത അപ്ലോഡറാണ് നമ്മുടെ ചാനലിൽ. സോ നമ്മൾ അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷൻ. The graphical representation of a cumulative frequency distribution. So less than, cumulate, less than അല്ലെങ്കിൽ greater than എല്ലാം എന്താണ്? ogives ആണ് വരുന്നത്. ആൻസർ ogive. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ശ്രദ്ധിക്കേണ്ട ഒരു ശരിക്കും ആക്ച്വലി ഇത് 4ഉം 5ഉം നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് പറയാം. എ ടേബിൾ ഹാസ് ഡാഷ് പാർട്സ്. A table has dash parts. പറയാം ആൻസർ. ടേബിൾ ഹാസ് ഡാഷ് പാർട്സ്. നമ്മുടെ മെറ്റീരിയൽ തിയറി പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു രണ്ടൊരു കോൺട്രാ ആൻസറിൽ 2 രീതിയിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ 4 പാർട്ടെന്നും 5 പാർട്ടെന്നും 2 ആൻസറും ഓൾറെഡി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നമുക്ക് ഇവിടുത്തെ ഒരു പ്രശ്നം. ആക്ച്വലി നമുക്ക് തിയറിയിലും എല്ലാം പറയുന്നത് മേജർ പാർട്സ് 4 പാർട്സ് എന്നാണ് പറയുന്നത്. ബട്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് 13th ചാപ്റ്റർ അഡീഷണൽ ക്വസ്റ്റ്യൻ ബാങ്കിലെ 5th ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ചോയ്സിൽ ഇതേ ക്വസ്റ്റ്യൻ ടേബിൾ ഹാസ് ഡാഷ് പാർട്സ് എന്നുള്ള രീതിയിൽ 4 5 അതിൽ 5 എന്നുള്ള ആൻസറാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതൊരു ആക്ച്വലി തിയറിയിൽ എപ്പോഴും പറയുന്നത് നമുക്ക് മേജർലി 4 പാർട്സ് എന്നുള്ളതാണ്. നമുക്ക് ഏതൊക്കെയാണ് ഈ 5 പാർട്സ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം. 5 പാർട്സ് വരാൻ ചാൻസ് ഉള്ളത് അഡീഷണൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ 5th ക്വസ്റ്റ്യൻ. സോ അതിനകത്ത് പറയുന്ന ആൻസർ 5 എന്നാണ്. ബട്ട് നമ്മൾ തിയറി നമ്മുടെ മെറ്റീരിയലിലും നമ്മൾ തിയറിയിലൊക്കെ പറയുന്നത് മെയിൻലി 4 മേജർ പാർട്സ് ആണ് വരുന്നത്. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ടൈറ്റിൽ അല്ലെങ്കിൽ
ബോക്സ് ഹെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. Then stub headings for horizontal rows. Then third പറയുന്നത് caption headings for vertical columns. Then body figures represent ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഈ ഒരു 4 പാർട്സ് ആണ് നമുക്ക് ജനറലി പറയാറുള്ളത്, 4 പാർട്ട്. ബട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ 5 എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് കൺസിഡർ ചെയ്യാവുന്നത് ഒരു ഫുട് നോട്ട്, സംടൈംസ് ഫുട് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ്. 5 പാർട്സ് എന്ന് പറയണമെങ്കിൽ items in the table needs some more description, comma, it is given as footnotes under below table. അതുകൊണ്ട് ടേബിൾസ് നീഡ്സ് ഐറ്റംസ് ഇൻ ടേബിൾ നമുക്ക് ആ ബോഡിയിലെ ഡിസ്ക്രിപ്ഷനകത്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് സം മോർ ഡിസ്ക്രിപ്ഷൻസ് വേണമെങ്കിൽ ഫുട് നോട്ട്സ് ബിലോ ടേബിൾ, അങ്ങനെ നമുക്ക് ഫുട് നോട്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ 5 എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തേക്കാം. ആക്ച്വലി ജനറലി 4 ആണ് പറഞ്ഞത്. സോ നമുക്ക് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 14 മാർക്സ്, അതിൻ്റെ കൂടെ നമുക്ക് ആ വെയിറ്റേജ് അനുസരിച്ച് 1-2 ചാപ്റ്ററും കൂടെ പഠിച്ചാൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള ലോജിക്കൽ റീസണിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബട്ട് ചെറിയ മെയിൻ പോർഷൻസ് ഒന്ന് പിക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എല്ലാത്തിനെയും ഡിസ്കഷൻ വരും. നമ്മൾ ഇന്ന് ഡിസ്കഷൻ വരുന്നത് പേപ്പർ 3 MTP 1 ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ട് ഓഫ് 1000 persons 25 persons were industrial workers, the rest were agricultural workers. That means total 1000 ആണ്, അതിനകത്ത് 25% ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. സോ 25% എത്ര വരും? 250 വരും. സോ റിമൈനിങ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ് വരും. റിമൈനിങ് ഒബ്വിയസ്ലി 750 വരും. ദെൻ 300% enjoyed the World Cup matches on TV. 300% enjoyed World Cup. So World Cup match enjoy ചെയ്ത ടോട്ടൽ 300% ആണ് ടി വിയിൽ. 30% of people who had not watched World Cup were industrial workers. So 30% not watching അവർ so 300% enjoyed the World Cup matches on TV. So that means World Cup enjoyed, not enjoyed World Cup. That means total is 700. 30% of people who had not watched World Cup matches were industrial workers.
So industrial workers. $730%. 210. So that means obviously ബാക്കി remaining 490 ഇവിടെ വരും. Obviously 250 ആയതുകൊണ്ട് ടോട്ടൽ ഇൻഡസ്ട്രിയൽ വർക്ക് 250 ആയതുകൊണ്ട് ഇവിടെ 40 വരും, ഇവിടെ 260 വരും. സോ നമുക്ക് ഈ ടോട്ടൽ കിട്ടാനായിട്ടാണ്. ദെൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് അഗ്രികൾച്ചർ വർക്കേഴ്സ് ഹു ഹാഡ് എൻജോയ്ഡ് വേൾഡ് കപ്പ് മാച്ചസ്. സോ അഗ്രികൾച്ചർ വർക്കേഴ്സിൽ വേൾഡ് കപ്പ് മാച്ച് എൻജോയ് ചെയ്ത എത്ര ആൾക്കാരുണ്ട്? 260. 260. Okay. Then next one. The column heading of a table is known as. Already പറഞ്ഞു കഴിഞ്ഞു ടേബിളിൻ്റെ 5 പാർട്ട്. കോളം ഹെഡിങ്ങിന് എന്താണ് നമ്മൾ വിളിക്കുന്ന ക്യാപ്ഷൻ. Then next one. Arrange dimensions of bar diagram, cube diagram, pie diagram. So bar diagram 1 dimensional ആണ്, cube diagram 3 dimensional ആണ്, pie diagram 2 dimensional. So 3a 2 1 2 3. So actually 3a 2 വരുന്നത് ഇത് 1 ആയിരിക്കാനാണ് ചാൻസ്. ടൈപ്പിങ്ങിൽ വന്ന എറർ ആയിരിക്കും. ചോയ്സ് സി. 260 അത് കറക്റ്റ് ആണ്. Then next one. In a class of 11 students, 3 students were failed in a test. 8 students who passed secured. So നമുക്ക് മീഡിയൻ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. 10, 11, 12, 14, 15, 20, 24, 26. 1 2 3 4 5 6 7 8. ദെൻ 3 പേര് ഫെയിൽ ആയിട്ട് നമുക്ക് ഒബ്വിയസ്ലി അവർക്ക് ഏതായാലും കുറവ് മാർക്കായിരിക്കും. എ ബി സി എന്നെടുക്കാം. ദെൻ നമുക്ക് ചോദിച്ചിരിക്കുന്ന മീഡിയൻ ആയതുകൊണ്ട് നമുക്ക് എന്താണ് എക്സാക്ട്ലി എത്ര ഉണ്ടോ അതിൻ്റെ മിഡിൽ ടേമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മീഡിയൻ. സോ 1 2 3 4 5 6 7 8 9 10 11. സോ 11 5 5 10 6th ടേം ആണ് മീഡിയൻ ആയിട്ട് വരുന്നത്. n plus 1 divided by 2th observation. That means 6th observation. 6th observation ഏതാണ്? 1 2 3 4 5 6. Exactly 12 വരും. സോ മീഡിയൻ ഈക്വൽ ടു വാല്യൂ എത്രയാണ്? 12. മീഡിയൻ ഇസ് ഈക്വൽ ടു 12. Median is equal to 12. Then next question. Suppose a population A has 100 observations, 101, 102, 103, etc. up to 200, and another population B has അതും 100 observation, 151, 152, 153, etc. up to 250. Then variance of A and variance of B represent V of A, VA യും VB യും represent ചെയ്തിരിക്കുന്നു. Then VA divided by VB. So ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് 100 ടേംസ്, ഇവിടെ ഇതിൻ്റെ വേരിയൻസ് A എന്നും ഇതിൻ്റെ വേരിയൻസ് B എന്നും ഇത് നോക്കിയാൽ അറിയാം നമുക്ക് എക്സാക്ട്ലി 50. That means change of origin. Origin എത്രയാണ്? Change of origin not affected, അല്ലെങ്കിൽ variance not affected. Change of origin variance not affected ആണ്. Therefore നമുക്ക് എന്ത് പറയാം? V of A എന്ത് വാല്യൂ കിട്ടിക്കോട്ടെ, V of A എന്ന് പറയുന്നതും V of B എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് V of A divided by V of B. എന്ത് വാല്യൂ ആണെങ്കിലും ഒരു വാല്യൂ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം വാല്യൂ ആണെങ്കിൽ ആൻസർ എത്ര വരും? 1 വരും. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ് എന്താണ്? വേരിയൻസ് ഡു നോട്ട് affected അല്ലെങ്കിൽ ചേഞ്ച് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ. Okay, then next one.
out of these, which is not a probability sampling? So obviously cluster sampling, probability sampling and stratified sampling, probability sampling and simple random sampling and probability sampling and therefore endu മാത്രമാണ് മിച്ചം വന്നിരിക്കുന്നത് quota sampling ആണ്, probability sampling അല്ലാത്തത്. Then next one, with the increase in sample size, the error also decreases. Standard error sample space എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ദാറ്റ് മീൻസ് സാമ്പിൾ സ്പേസ് കൂടുന്നതനുസരിച്ച് എന്താണ് എറർ ഡിക്രീസ് ചെയ്യും. സോ ഇവിടെ മീൻ മൈനസ് നമ്മുടെ ഫോർമുല എന്താണ്, മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു ഈക്വൽ ഉണ്ടാവും. ചോയ്സ് സി, ചോയ്സ് സി. Then next one, if mean and coefficient of variation of marks of n students is 20 and 80 respectively, what is the variance of them? So coefficient of variation is equal to standard deviation divided by mean into 100. So 80 equal to standard deviation into mean എത്രയാണ് 20 into 100. That implies standard deviation, right, 80 into 20 divided by 100, that means 16. Standard deviation നമുക്ക് വേരിയൻസ് ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. 16 സ്ക്വയർ എത്ര കിട്ടും, 256. 256. 256 is the right answer. Then next question. ഒരു tricky question മാത്രമാണ്. The company's past 10-year average earnings is rupees 40 crores. To have the same average earnings for 11 years, including these 10 years, how much earnings must be made by the company in the 11th year? So obviously എന്താണ് 11th ഇയറിലും നമുക്കറിയാം 40 തന്നെ കിട്ടണമെങ്കിൽ obviously 10 ഇയറിൽ സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് 11th ഇയറിൽ 440 ഡിവൈഡ് ബൈ 11 എടുത്താലാണ് നമുക്ക് എത്ര കിട്ടുന്നത്, 40 കിട്ടുന്നത്. therefore obviously ആൻസർ എന്ത് വരും, 40 വരും. നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ n is equal to 10, x bar equal to 40. That means therefore sigma x 40 into 400. Then n 11 ആകുമ്പോഴും എക്സ് ബാർ എത്ര തന്നെ കിട്ടണം, 40 തന്നെ കിട്ടണം. ആദ്യത്തെ 10 വർഷത്തെ എക്സാക്ട്ലി എടുക്കുന്ന സെയിം എടുക്കുന്ന പറയുന്നത്. ദാറ്റ് മീൻസ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ 10 വർഷത്തെ 40 പ്ലസ് 11th ഇയറിലെ വാല്യൂ പ്ലസ് 11th ഇയർ വാല്യൂ. സോ സിഗ്മ എക്സ് ഇത് എത്ര പറയുന്നത്, സിഗ്മ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 440 is equal to 400 plus 11th year value. So 11th ഇയറിൽ എത്ര കിട്ടണം, 440 minus 400 equal to exactly 40 വന്നാൽ. ഒരു ട്രിക്കി ക്വസ്റ്റൻ ആണ്, ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി സമയം കളയരുത്. ജസ്റ്റ് എക്സാക്ട്ലി ആ 10 വർഷത്തെ അതേപോലെ തന്നെ എടുക്കണം പറഞ്ഞിട്ട് അത് 400 ആണ്. 11ാമത്തെ വർഷം എത്ര കൂടെ വന്നാലാണ് എക്സ് ബാർ 40 ആയിട്ട് തന്നെ, 40 കൂടെ വന്നാലാണ് 440 ഡിവൈഡഡ് ബൈ 11 40 ആയിട്ട് തന്നെ കിട്ടുക. Origin is shifted by 5. Origin is shifted by 5. Then standard deviation will increase വരില്ല, quartile deviation will increase വരത്തില്ല, mean deviation will increase വരത്തില്ല. There will be no change in standard deviation. Origin shift ചെയ്താൽ ഒരു ചേഞ്ചും വരത്തില്ല. Then next one, unbiased dice are thrown. The expected value, to unbiased dice are thrown, the expected value of sum of numbers. So unbiased die throw ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എത്രയൊക്കെയാണ്, 1 വന്നു കഴിഞ്ഞാൽ 2 3 4 5 6 7 8 9 10 11 12. Then probability p of x, 2 വരാനായിട്ട് നമുക്ക് പ്രോബബിലിറ്റി 2 വരാൻ ചാൻസ് എത്രയാണ്, 1 ആണ്.
സോ ഒബിയസ്ലി നമുക്ക് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനിലെ MTPയിലെ ക്വസ്റ്റ്യനും എല്ലാം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കാവുന്നതാണ്. സോ നമ്മൾ MTPs പ്രാക്ടീസ് ചെയ്ത് പോകുന്ന നല്ലതാണ്. MTP RTP എല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന നല്ലതാണ് പ്രീവിയസ് ഓൾസോ. സോ നമുക്ക് 1 ആണ് വരുന്നത്. ടോട്ടൽ അൺബയാസ്ഡ് ഡൈസ് 2 അൺബയാസ്ഡ് ഡൈസ് ആണ് ത്രോ ചെയ്യുന്ന. ടോട്ടൽ ഔട്ട്കം 36 ആണ്. സോ രണ്ടിലും 1 വരുമ്പോഴാണ് നമുക്ക് 2 കിട്ടുന്നത്. ദെർഫോർ 1 ഡിവൈഡഡ് ബൈ 36. 3 വരാൻ ചാൻസ് 2 ആണ്. ടോട്ടൽ 36. നമ്മൾ ഓൾറെഡി ഷോർട്ട് കട്ടായിട്ട് പഠിച്ചിട്ടുണ്ട്. സമ്മ് കാണിക്കാനായിട്ട് ചാൻസസ് വരുന്നത് 1 2 ദെൻ 3 ബൈ 36, 4 by 36, then 5 by 36, 6 by 36, then decreasing order 5 by 36, 4 by 36, 3 by 36, 2 by 36, again 1 by 36. Expected value E of x എന്ന് പറഞ്ഞാൽ എന്താണ്? X into P of x ആണ്. X into sigma x into P of x ആണ് നമുക്ക് വരേണ്ടത്. എല്ലാത്തിനകത്തും ഡിവൈഡ് ബൈ 36 ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് 36 കോമൺ ആയിട്ട് എടുക്കാം. ദെൻ ന്യൂമറേറ്റർ 1 into 2 ഈക്വൽ അടിക്കാം. ദെൻ 3 into 2 ഈക്വൽ അടിക്കാം. 4 into 3 ഈക്വൽ അടിക്കാം. 5 into 4 ഈക്വൽ അടിക്കാം. ദെൻ 6 into 5 ഈക്വൽ അടിക്കാം. 7 into 6 ഈക്വൽ അടിക്കുക. 8 into 5 ഈക്വൽ. 9 into 4 ഈക്വൽ. 10 into 3 ഈക്വൽ. 11 into 2 ഈക്വൽ. 12 into 1 ഈക്വൽ അടിക്കുക. then GT. that means 252 divided by 36. exactly എത്ര കിട്ടും? 7. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സമ്മ് 2 ഡൈ ത്രോ ചെയ്താൽ സമ്മ് വരാനായിട്ടുള്ള ആ ഒരു വാല്യൂ 2 വരാനായിട്ട് ചാൻസ് 1 ആണ്. ദെൻ 3 വരാനായിട്ട് 2, ദെൻ അപ് ടു 6 വരെ വരും. ദെൻ ഡിക്രീസിങ് ഓർഡറിൽ 5, 4, 3, 2, 1 എന്ന് വരും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സാമ്പിൾ ഓഫ് ബൈനോമിയൽ ബൈപാരാമെട്രിക് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ത് മാത്രമേ ഉള്ളൂ? നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമുക്ക് 3 ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് പഠിക്കാനുള്ളത്. ബൈനോമിയൽ, പോസോൺ, നോർമൽ. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് എന്ത് മാത്രമാണ്? നോർമൽ മാത്രമാണ്. ദെൻ നെക്സ്റ്റ് വൺ, if 5 is subtracted from each observation of some certain item, then its coefficient of variation is 10%, and if 5 is added to each of them, its coefficient of variation is 6%. So coefficient of variation നമുക്ക് എന്താണ്? Standard deviation divided by mean into 100. So coefficient of variation subtracted from each observation 5 കുറച്ചാൽ, that means CV എത്ര വരുന്ന പോലെ 10 വരും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ മീൻ x ബാർ മൈനസ് 5 ഇൻറ്റു 100. ദെൻ 5 ആഡ് ചെയ്താൽ എത്രയാവും? 6% എന്നാണ്. 6 is equal to സിഗ്മ ഡിവൈഡഡ് ബൈ x ബാർ പ്ലസ് 5 into 100. ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കാണ്ട് ഫൈൻഡ് ദ ഒറിജിനൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. എക്സ് ബാറും സിഗ്മയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആൻസറിലേക്ക് വരാം. സോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2. സോ 10 ഡിവൈഡഡ് ബൈ 6 is equal to സിഗ്മ ഡിവൈഡഡ് ബൈ എക്സ് ബാർ മൈനസ് 5 into 100. then reciprocal കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എക്സ് ബാർ പ്ലസ് 5 ഡിവൈഡ് ബൈ സിഗ്മ into 100. so സിഗ്മ 100 എല്ലാം ക്യാൻസൽ. that means നമുക്ക് എന്ത് വരും? 10 by 6 is equal to x bar plus 5 divided by x bar minus 5. that implies 10x bar minus 50 is equal to 6x bar plus 30. 4x bar equal to 80. that implies x bar equal to 20. x bar is equal to 20. then x ബാറിൻ്റെ വാല്യൂ എവിടെയെങ്കിലും ഇട്ട് കൊടുക്കാം.
Question 1 like 10 is equal to into 100. Therefore, 150 divided by 100. 1.5. Therefore, നമുക്ക് original coefficient of variation sigma divided by x bar into 100. Sigma 1.5 divided by 20 into 100. 150 divided by 20. 7.5%. എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിൽ ചെയ്തതിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വന്നിരിക്കുന്ന ഒരു സ്റ്റെപ്പ് വന്നിരിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ. ബാക്കി നോർമലി എല്ലാം നമുക്ക് ഒന്നുകിൽ തിയറി അല്ലെങ്കിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കാണുന്നത്. Then next one, a bag contains 3 white and 5 black balls, and second bag contains 4 white and 2 black balls. If one ball is taken from each bag, the probability that the ball are white. രണ്ടും എന്താണ്, ഓരോന്ന് എടുക്കുന്നുണ്ട് വൈറ്റ് ആണ്. സോ ഫസ്റ്റ് ബാഗിൽ നിന്ന് വൈറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് 3 ആണ്, ഔട്ട് ഓഫ് പ്രോബബിലിറ്റി ആണ്. സോ നമുക്ക് 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ 8 ആൻഡ് സെക്കൻഡ് ആൻഡ് ഇംപ്ലൈസ് മൾട്ടിപ്ലൈ. സെക്കൻഡിൽ നിന്ന് 4 divided by 6. 4 divided by 6 അല്ലേ, ഔട്ട് ഓഫ് 6 നമുക്ക് 4 ബോൾസ് ആണ് ഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം. സോ ദാറ്റ് മീൻസ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര വരും? 2 1 by 4. 1 divided by 4. 1 divided by 4. The difference between mean and mode. So mean, നേരത്തെ പറഞ്ഞ അതേ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, മീൻ മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. മീൻ മൈനസ് മീഡിയൻ. സോ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ ആൻഡ് മോഡ് അത് എത്രയാണെന്ന് പറഞ്ഞാൽ 63 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. സോ മീനും മീഡിയനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദെയർഫോർ മീൻ മൈനസ് median is equal to 63 divided by 3, exactly 21. അപ്പോൾ നേരത്തെ നമ്മൾ ചോദിച്ച അതേ ഫോർമുല യൂസ് ചെയ്ത് തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ എക്സാമിന് MTPയിൽ ചോദിച്ചിരിക്കുന്നു. A lady travels at a speed of 20 km per hour and return at the quicker speed. If your average speed of whole journey is 24 km per hour. The same distance രണ്ട് സ്പീഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഹാർമോണിക് മീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഹാർമോണിക് മീൻ യൂസ് ചെയ്യാൻ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു 2AB ഡിവൈഡഡ് ബൈ A പ്ലസ് B. സോ അവറേജ് സ്പീഡ് എത്രയാണ്? 24 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 20 ഇൻറ്റു B ഡിവൈഡഡ് ബൈ 20 പ്ലസ് B. സോ ദാറ്റ് ഇംപ്ലൈസ് 24 is equal to 40B divided by 20 plus B. So cross multiplying 480 plus 24B is equal to 40B. That implies 480 is equal to 16B. That implies B equal to 480 divided by 16 equal to 30. 30. Okay. Then next question. 3 identical dice are rolled. The probability that the same number will appear on each of them. So now 3 identical dice. So probability ആണ് കണ്ടുപിടിക്കേണ്ടത്. probability നമുക്ക് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം ആണ്. ടോട്ടൽ ഔട്ട്കം 3 ഡൈസ് ആൻഡ് 6⁻³ വരും. ഫേവറബിൾ ഔട്ട്കം ഏതൊക്കെ വരും നോക്കാം. ഒന്നുകിൽ 1 1 1, അല്ലെങ്കിൽ 2 2 2, അല്ലെങ്കിൽ 3 3 3, അല്ലെങ്കിൽ 4 4 4, 5 5 5, 6 6 6. ദാറ്റ് മീൻസ് ഇതൊക്കെയല്ല ഔട്ട്കം. ഫെയർ ഔട്ട്കം എത്ര വരുന്നുണ്ട്? എത്ര വരുന്നുണ്ട്? 1 2 3 4 5 6. സോ ദാറ്റ് മീൻസ് 6 ഡിവൈഡഡ് ബൈ 6 ക്യൂബ്. ദാറ്റ് മീൻസ് 1/6² എന്ന് പറയും. 1/36.
1 divided by 36. 1 divided by 36. Then next question. The theory of compound probability state that for any two events, P of A intersection B, P of A into P of B, ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുമ്പോഴാണ് ഇൻഡിപെൻഡൻറ്റ്. P of A intersection B എന്ന് പറയുന്നത് P of A into P of B given A. P of A intersection B is equal to P of A into P of B given A ആണ്. P of A intersection B യൂണിയനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് പറയുന്നില്ല. കോമ്പൗണ്ട് പ്രോബബിലിറ്റി കേസിൽ പറയുന്നില്ല. therefore answer B. A non-leap year. So non-leap year, that means 365 days. Obviously നമുക്ക് 52 weeks. So 52 into 7, 364 days കഴിഞ്ഞു. ഇനി എന്താണ്? 1 day ആണ് മിച്ചം വരുന്നത്. 50th ആണോ? ഒബ്വിയസ്ലി നമുക്ക് എന്താണ് 52 സൺഡേയും 52 ട്യൂസ്ഡേയും 52 തേഴ്സ്ഡേയും നമുക്ക് മസ്റ്റായിട്ട് വരും. 52 വീക്സ് മസ്റ്റായിട്ട് വന്നു കഴിഞ്ഞു. ദെൻ 1 day, ദാറ്റ് മീൻസ് നമുക്ക് ഈ 1 day എന്നുള്ള ഏതൊക്കെയാകാം? ഒന്നുകിൽ സൺഡേ ആകാം, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അല്ലേ? സോ ദാറ്റ് മീൻസ് 7 days ഏത് വേണമെങ്കിലും ആകാം. പ്രോബബിലിറ്റി ടോട്ടൽ ഔട്ട്കം എത്രയാണ്? ഈ പറയുന്ന 7 ഒരു ഡേ എന്നുള്ളത് ഈ 7 days ഏത് വേണമെങ്കിലും ആകാം. therefore പ്രോബബിലിറ്റി is equal to ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ടോട്ടൽ ഔട്ട്കം എത്രയാണ്? 7 ഏത് വേണമെങ്കിലും ആകാം. ദെൻ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം ഒന്നെങ്കിൽ സൺഡേ ഓർ ട്യൂസ്ഡേ ഓർ തേഴ്സ്ഡേ. ഓർ മീൻസ് അഡീഷൻസ്. മൺഡേ അല്ലെങ്കിൽ സൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ. ദാറ്റ് മീൻസ് എത്ര വരും? മൺഡേ ആകാൻ സൺഡേ ആകാൻ ചാൻസ് വരണം. ട്യൂസ്ഡേ ആകാനായിട്ടാണെങ്കിൽ ഒരു ഡേ ആണുള്ളത് 2. ദെൻ ഓർ ആയതുകൊണ്ട് അഡീഷൻ. സോ സൺഡേ ഓർ ട്യൂസ്ഡേ ഓർ തേഴ്സ്ഡേ, ദാറ്റ് മീൻസ് 3 ബേസിൽ പറ്റും. 3 divided by 7. സോ ലീപ്പ് ഇയർ ആകുന്ന കേസിൽ മൺഡേ ട്യൂസ്ഡേക്ക് വരുന്ന ക്വസ്റ്റ്യൻ അതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് MTPയിൽ ചോദിച്ചിരിക്കുന്നു. Then next one. A card is drawn from a well-shuffled pack of 52 cards. E King Q ഡ്രോ E1 ആയിരിക്കാം. E1 E2 എന്നുള്ള ഇതിലാണ്. E1 ആണ്. E1 എന്ന് പറഞ്ഞാൽ എ കിങ് ഓർ എ ക്യൂൺ. കിങ് ഓർ ക്യൂൺ. സോ 52 cards ആണുള്ളത്. കിങ് ഓർ ക്യൂൺ എന്നുള്ളത് 8/52 പറ്റും. ദാറ്റ് മീൻസ് 2/13. E2 എന്ന് പറയുന്നത് എന്താണ്? ക്യൂൺ ഓർ എ ജാക്ക്. അതും എത്രയാണ്? 8/52. ദാറ്റ് മീൻസ് 2/13. E1 ആൻഡ് E2 ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഒരിക്കലും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല, കോമൺ ആയിട്ട് വരുന്നുണ്ട്. E1 E2 ഇൻഡിപെൻഡൻറ്റ്. E1 E2 ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കുക. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ P of E1 intersection E2 is equal to P of E1 into P of E2 ആണ് വരേണ്ടത്. P of E2 ആണ്. സോ ഒബിയസ്ലി നമുക്ക് ഇൻ്റർസെക്ഷനിൽ വരുന്നത് ക്യൂണായിട്ട് വരുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 4/52 ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും നമുക്ക് എന്താണ് 4/52 അല്ല കിട്ടുന്നത്. 4/52 അല്ല. അതുകൊണ്ട് തന്നെ എന്തല്ല ഇൻഡിപെൻഡൻറ്റും അല്ല. therefore നമുക്ക് എന്ത് പറയാം? E1 and E2 ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് എന്ന ചോയ്സിലേക്ക് എത്താം. E1 and E2 ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. Then next one. The overall percentage of failure in a certain examination is 0.30. What is the probability that a group of 6 candidates at least 4 passed in the examination? At least 4. So failure nalana 3 point. That means Q is equal to 0.30. P എത്ര വരും? 1 minus. That means 0.70. N എത്രയാണ്? 6 ആണ്. N equal to 6 ആണ്.
P at least 4, that means 4 or more. P of x greater than or equal to 4 ആണ് നമുക്ക് വേണ്ടത്. That means P of x equal to 4 plus P of x equal to 5 plus P of x equal to 6. നമുക്ക് 6 പി എ ക്യു എ എന്നെ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ എടുക്കാം? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് എന്താണ്? എൻ സി എക്സ് ഇൻറ്റു പി റൈസ് ടു എക്സ് ഇൻറ്റു ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. സോ ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 6C4 into 0.70 raised to x4 ആണ് into 0.30 raised to 2 plus 6C5 into 0.70 raised to 5 into 0.30 raised to 1. Then plus 6C6 into 0.70 raised to 6 into 0.30 raised to 0. Point 70 into into 0. 0.324135 plus 65 എന്ന് പറഞ്ഞാൽ 6 എന്നാണ് 0.7 1 2 3 0.7 equal 2 times 3 4 5 into 0.3 into 6 0.302526 plus 6C6 എന്ന് പറഞ്ഞാൽ 1 എന്നാണ് 0.7 into 0.7 into 2 times 3 4 5 6 0.117649. So മൂന്നും കൂടെ ആഡ് ചെയ്താൽ 0.324135 plus 0.302526 plus 0.117649 0.74431. ചോയ്സ് റേറ്റ് അടുത്ത് വരുന്നത് 0.74. Then next question. A manufacturer who produces medicine bottles find that 0.1% of bottle are defective. 0.1% of bottle are defective. The bottles are packed in a box containing 500 bottles. The drug manufacturer buys 100 boxes from the producer of bottles. Using Poisson distribution, find how many boxes will contain at least 2 defectives. At least 2 defectives. At least 2 defectives. So, നോക്കുക P 0.1% ആണ്. ശ്രദ്ധിക്കണം 0.001 കിട്ടും. n എത്രയായിരുന്നു? 500. Therefore mu is equal to NP 500 into 0.001. That means 0.5. mu 0.5. നമുക്ക് വേണ്ടത് boxes contains at least 2 defectives. At least 2 defectives. P of x greater than or equal to 2. That means 1 minus P of x less than 2. That means 1 minus P of 0 plus P of 1. So 1 minus
e raised to m. Poisson distribution e raised to m into m raised to x divided by x factor. e raised to m എത്രയാണ് മൈനസ് e raised to minus m 0.5 ആണ്, അതങ്ങനെ 0.5 എന്നായിരിക്കും. Then into m raised to x 0 divided by 0 factorial plus e raised to m into m raised to 1 divided by 1 factorial. That means 1 minus e raised to minus 0.5 common എടുക്കാം, then 1 plus 0.5 നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്രയാണ് 0.6065 into 1.05 എടുക്കുക മൈനസ്. That means probability കണ്ടുപിടിക്കാം. .6065 into 1.5. So that means probability എത്രയായിട്ടും 0.0907. നമുക്ക് എത്രയായിരുന്നു, ഇതിപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. ഡ്രഗ് മാനുഫാക്ചർ 100 ബോക്സസ്. So therefore number of defective is equal to n into probability. n എത്രയാണ് 100 into probability 0.0907. that means into 100 എടുക്കുമ്പോൾ എത്ര വരും 9.07. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും 9. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്ത് ഒന്നുകിൽ ഡിഫക്റ്റീവ് അല്ലെങ്കിൽ നല്ലത്, ആ രീതിയിൽ നമ്മൾ ആൻസറിലേക്ക് വന്നു. സോ പി കണ്ടുപിടിച്ചു. ദെൻ അത് പ്രോബബിലിറ്റി ആണ്. 100 ഐറ്റംസ് ലാൻഡ് n ഇൻറ്റു പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി 9 എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് വൺ, ദ പ്രോബബിലിറ്റി ദാറ്റ് എ മാൻ ഏജ്ഡ് 45 years will die within a year is 0.012. What is the probability that 10 men, at least 9 will reach 46th birthday? Out of 10, men 9 will survive. So P നമുക്ക് തന്നിരിക്കുന്ന P is equal to 0.012. Okay, Poisson distribution യൂസ് ചെയ്ത ആൻസറിലേക്ക് വരാം. n 10 ആണ്. സോ mu is equal to np is equal to 10 into 0.012. that means 0.12 mu. So out of 10 at least 9 will reach their 46th birthday. What is the probability that at least 9? Therefore out of 10 9 reach 46th birthday or 10 reach 46th birthday. So 9 40 out of 10 9 reach 46th birthday means 1 die at 45 years. But 0 die at 45 years. Now
ഇതിന് തിരിച്ചുള്ള പോർഷൻ എടുക്കണം. സോ 10 പേരിൽ 9 പേര് 46th ബർത്ത്ഡേ റീച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരാൾ ആണ് എന്ത് ചെയ്യുന്നത് 45 ഇയേഴ്സിൽ തന്നെ മരിക്കുന്നത്. ഓർ അറ്റ്ലീസ്റ്റ് 9 ദാറ്റ് മീൻസ് 10 പേരും 46 ഇയേഴ്സ് ആവും, മീൻസ് ഒരാൾ പോലും 45 ഇയേഴ്സിൽ മരിക്കില്ല. സോ ഇതിനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. സോ ദാറ്റ് ഇംപ്ലൈസ് e raised to minus 0.12 e raised to minus m into m 0.12 raised to x 0 plus e raised to minus m to 0.12 raised to 1 divided by 1 factorial. So രണ്ടിലും കോമൺ ആയിട്ട് e raised to 0.12 ഉണ്ട്, 1 plus 0.12 ഉണ്ട്. നേരെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് വരിക. 0.8869 ആണ് ഇൻറ്റു 1.12 ഈക്വൽ ടു എത്രയാണ്? 0.993328. സോ ചോയ്സിലേറ്റവും അടുത്ത് വരുന്നത് 0.9934. ചോയ്സ് ബി. ചോയ്സ് ബി. Okay, then next one, shape of normal distribution curve. Obviously നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, ബട്ട് നമുക്ക് എന്താണ് പാരാമീറ്ററിനെ ഡിപ്പെൻഡ്സ് അപ്പോൺസ് പാരാമീറ്റർ അനുസരിച്ചിട്ടാണ് എന്ത് ഹൈറ്റ് വരും എന്ത് വീതി വരും. സോ സിമെട്രിക്കൽ അബൌട്ട് മീനാണ്, ബട്ട് ആ ഒരു ഷേപ്പ് എങ്ങനെ വരണം എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ്? ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വൺ, the mean of binomial distribution is 20 and standard deviation is 4. So mean of binomial distribution mean NP is equal to 20. Then standard deviation, so variance ആണ് നമുക്കറിയാവുന്ന. standard deviation എന്ന് പറഞ്ഞാൽ root of NPQ is equal to 4 സ്ക്വയർ ചെയ്യുമ്പോൾ NPQ equal to 16. NP 20 ആണെങ്കിൽ 20Q equal to 16. Q is equal to 16 by 20, 4/5. So obviously P എത്ര ആയിരിക്കും? 1/5 ആയിരിക്കും. P 1/5 ആണെങ്കിൽ N എത്ര വരും? 100 വരും. സോ P N ഇൻറ്റു 1/5 20 വരികയാണെങ്കിൽ N 100 വരും. സോ N 100 വരുന്ന 3 ചോയ്സ് ഉണ്ട്. P 1/5 വരുന്ന 2 ചോയ്സ് ഉണ്ട്. Q 4/5 വരുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ. ചോയ്സ് എ. ചോയ്സ് എ. ദെൻ നെക്സ്റ്റ് വൺ, Poisson distribution P of x is equal to 4 equal to P of x is equal to 5. P of x is equal to 4 നമുക്ക് എങ്ങനെ എഴുതാം? e raised to minus m into m raised to 4 divided by 4 factorial is equal to e raised to minus m into m raised to 5 divided by 5 factorial. So e raised to minus m get cancel, ഇവിടെ m, then 5 factorial 4 factorial ഉള്ളതുകൊണ്ട് ഇവിടെ മിച്ചം എത്ര മാത്രം വരും? 5 മാത്രം വരും. So that means cross multiply by എന്ത് മാത്രം മിച്ചം വരും? m is equal to 5. m is equal to 5. m is equal to 5. The rank correlation coefficient between marks in management and mathematics for a group of students is 0.6 and sum of the squares of difference in ranks is 66. Then what is the number of students in group? So R is equal to rank correlation 1 minus 6 sigma di square divided by n into n square minus 1. So that implies 0.6 is equal to 1 minus 6 into 66 divided by n into n square minus 1. ഒരു കാരണവശാലും ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ക്യൂബിക് ഇക്വേഷനോ അങ്ങനെ ഒന്നും നോക്കാൻ നിൽക്കരുത്. നേരെ ചോയ്സ് ഇട്ട് കൊടുത്ത് നോക്കുക. നേരെ എന്നിന് 9 ഇട്ട് കൊടുത്ത് നോക്കുക. 9 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 6 into 66 396 18. 6 into 66 396. 1 minus 396 divided by 9 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 80 into 9 720
396 divided by 720. So, 0.6 കിട്ടുന്നില്ല. ഇനി എക്സിന് 10 ഇട്ട് കൊടുത്ത് നോക്കാം. So, 1 minus 396 divided by 199, 990. 396 divided by 990 minus 1. Exactly 0.6 കിട്ടുന്നുണ്ട്. Therefore, n is equal to 10. So, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് n ചോയ്സ് മെത്തേഡ് അല്ലാണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ക്യൂബിക് ഇക്വേഷനോ ക്വാഡ്രാറ്റിക് ഇക്വേഷനോ അങ്ങനെയുള്ള രീതിയിലോട്ട് പോകരുത്. എക്സാമിന് ടൈം മുഴുവൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുപോകും. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒറ്റ പോയിന്റ്. ബാക്കി നമുക്ക് അറിയാവുന്ന ഫോമുല r is equal to 1 minus 6 into sigma di square divided by n into n square minus 1 എന്നുള്ള ഫോമുല. ബട്ട് എക്സാമിന് സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോർമൽ വേയിൽ ചെയ്യരുത്, ചോയ്സ് മെത്തേഡിൽ ചെയ്യാം. Then next question. Correlation coefficient between x and y will be negative when x and y decreasing, x increasing, y decreasing. Opposite direction വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെഗറ്റീവ്. Two variables x and y related as 4x plus 3y equal to 7. Then correlation between x and y. Correlation between x and y. So 3y is equal to minus 4x plus 7. Y is equal to minus 4x divided by 3 plus 7 by 3. So correlation വരുന്നത് minus 4 by 3 less than 0 ആണ്. Therefore r is equal to minus 1. Perfect negative. Perfect negative. Perfect negative. Then next one. Regression equations as 3x plus y equal to 13. Other x on y. Just x on y. This y on x. So 3x plus y equal to 13. That implies 3x equal to minus y plus 13. X is equal to minus y by 3 plus 13 by 3. Vxy equal to minus 1 by 3. അടുത്തത് y on x എടുത്തിങ്ങ 2x plus y equal to 20. 5y is equal to minus 2x plus 20 minus 2x plus 20. Y is equal to minus 2x by 5 plus 20. So byx equal to minus 2 by 5. Bxy into byx minus 1 by 3 into minus 2 by 5 minus 2 by 5 2 by 15 less than 1 ആണ്. Therefore നമ്മളുടെ assumption correct ആണ്. Equation y on x ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. y on x ഏതാണ്? 2x plus 5y equal to 20. Fifth one, sorry, choice D. The next one. Regression coefficient R. Regression coefficient are independent of both. Dependent of change of origin but not scale. Independent of change of origin but not scale. Choice D. Direct theory question. Then if one regression coefficient is unity, then the other must be less than. One regression coefficient is dash, unity is dash. More than unity, more than less than. And one more than anangle, one less than ആയിരിക്കും. Dash unity ആണ്, dash ആണ്. Dash വരുന്നുണ്ട്. ടൈപ്പിംഗിൽ വന്ന ചെറിയൊരു dash correct ആയിട്ട് വന്നില്ല. Then next one. Circular test satisfies both which index number. Circular test satisfies which index number? Laplace alla, Pasteur's alla, Fisher's alla. Simple geometric mean of price, relative and aggregative with fixed weight. Theory question, direct theory question. Which of the following statement is true? Which of the following statement is true? Pasteur's index number is based on base year. Allah. Base year. Allah. Then Fisher's index satisfies circular test. Allah. Satisfy ചെയ്യില്ല.
Arithmetic mean is the most appropriate average for construction of index number alla geometric mean aanu. Therefore answer endayirikkum choice D. Splicing means construction of one continuous series from two different indices on the basis of common base. Then next one. 98th question. Monthly salary of an employee was 10,000 in the year 2000 and it was increased to 20,000 in the year 2013. So 2000, 2013, 10,000, then 20,000. Price index 2013 240 ആണ് base year 2000. So ഇവിടെ നമുക്ക് what would be the salary comprising 2013 actually ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. So ഇവിടെ 100, ഇവിടെ 240. So cross multiplication പോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 240 into 10,000 divided by 100. So എത്ര വരും? 24,000. 20,000 അല്ല വരേണ്ടത്, 24,000. Then purchasing power of money. Purchasing power of money is the reciprocal of price index number. The last question. In the year 2020, monthly salary 2010, the consumer price index was 140 in the 2010 and 224. So 2010, 2016, 140, 224. ഇവിടെ 24,000 ആണെങ്കിൽ 2016 എത്ര വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24,000 ഇൻറ്റു 224 ഡിവൈഡഡ് ബൈ 140. $38,400. 38,400 is the right answer. 38,400. Okay. So ഇത്രയാണ് നമ്മുടെ MTP 1 ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷൻ വരുന്നത്. സോ നമുക്ക് MTP 2 വരുമ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. നമ്മുടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു മോക്ക് ടെസ്റ്റ്, നമ്മളൊരു കണ്ടക്ട് ചെയ്യുന്നൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. സോ അതിൻ്റെ ഒരു ഡിസ്കഷൻ വരും. ദെൻ നമ്മുടെ ചില ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ഡിസ്കഷൻസ് എല്ലാം നമുക്കിനിയുള്ള സെഷൻസിലായിട്ട് വരുന്നതാണ്. സോ അതിൻ്റെ അപ്ഡേഷൻസ് നമുക്ക് ഇപ്പോൾ തന്നതുപോലെ തന്നെ തരുന്നതായിരിക്കും. സോ നോക്കിയിട്ട് കറക്റ്റായിട്ട് വേണ്ട പോർഷൻസ് എല്ലാം തന്നെ ജോയിൻ ചെയ്യാം. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻസ് എല്ലാം? നമുക്ക് നെക്സ്റ്റ് സെഷനിൽ MTP 2 കാണാം. ഓക്കെ, താങ്ക് യു.